ൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ ഞങ്ങൾ ചില സഹോദരങ്ങൾ ചെന്നൈയിൽ ആയിരുന്നു. അവിടെയുള്ള ദൈവമക്കളോടൊരുമിച്ച് സന്തോഷമുള്ള ഒരു കൂട്ടായ്മ ഞങ്ങൾക്ക് ലഭിച്ചു. അതിലും കർത്താവിന് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. അതുപോലെ കഴിഞ്ഞ ആഴ്ചയിൽ ഏറിയ കാലമായി തദ്ദേശിക സഭകളുടെ മധ്യത്തിൽ ഉണ്ടായിരുന്ന ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ചർച്ച ചെയ്യുന്നതിനും അതിനെയൊക്കെ മറികടന്ന് തദ്ദേശിക സഭകൾ ഒരുമിച്ച് പ്രവർത്തിക്കണം, ആദ്യകാലങ്ങളിലെ പോലെ ഉത്സാഹത്തോടെ പ്രവർത്തിക്കണമെന്നുള്ളൊരു തീരുമാനം സഹോദരങ്ങൾക്ക് ഒരുമിച്ച് ചേർന്നെടുക്കാനായിട്ട് കഴിഞ്ഞ ആഴ്ചയിൽ സാധിച്ചു. അതിലും ദൈവത്തിന് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു സഹോദരൻ എന്നോട് പറഞ്ഞത്, അച്ചായ, പല നാളുകളായിട്ട് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ച ഒരു കാര്യമാണത്. നമുക്ക് ഒരുമിച്ച് ഐക്യതയോടെ പ്രവർത്തിക്കാൻ സാധിക്കണം എന്നാഗ്രഹിച്ച ഒരുപാട് സഹോദരങ്ങളുണ്ട്. ദൈവം അവരുടെ പ്രാർത്ഥനകളെ കേൾക്കുകയും അങ്ങനെയൊരു സമാധാനം നമ്മളുടെ മധ്യത്തിൽ വരുവാനും കർത്താവ് കൃപ ചെയ്തു. അതിനായിട്ട് ഞാൻ പ്രത്യേകമായിട്ട് ദൈവത്തിന് നന്ദി പറയുന്നു. ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ആകത്തുക കർത്താവായ യേശു ക്രിസ്തുവാണ്. ക്രിസ്ത്യാനിറ്റി ഈസ് ക്രൈസ്റ്റ്. കർത്താവായ യേശു ക്രിസ്തുവാണ് ക്രിസ്തീയ വിശ്വാസം. ക്രിസ്ത്യാനികളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താ? ക്രിസ്തു വിശ്വാസികളുടെ ഏറ്റവും വലിയ പ്രശ്നം ക്രിസ്ത്യാനികൾക്ക് യേശു ക്രിസ്തുവിനെ അറിയില്ല എന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. ദൈവത്തിന് വചനമായിരിക്കുന്ന വിശുദ്ധ ബൈബിളിൽ ഏറ്റവും പ്രാധാന്യമേറിയ കാര്യം യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തുവിനെ അറിയുക എന്നതാണ് നമ്മളുടെ ഏറ്റവും വലിയ ജോലി. അതാണ് അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പി ലേഖനത്തിൽ പറയുമ്പോൾ തൻ്റെ ജീവിതത്തിൻ്റെ ഒരു ലക്ഷ്യമായി താൻ പറയുന്നത് എന്താ? ദാറ്റ് ഐ മൈറ്റ് നോ ഹിം. കർത്താവായ യേശു ക്രിസ്തുവിനെ എനിക്ക് അറിയണം. അപ്പം ഞാൻ നിങ്ങളോടും എന്നോടും ചോദിക്കുന്ന പ്രാഥമികമായ ഒരു ചോദ്യം, യേശു ക്രിസ്തുവിനെ നിങ്ങൾക്ക് ശരിക്കും അറിയാമോ? ഡു യു നോ ജീസസ് ക്രൈസ്റ്റ്? കർത്താവായ യേശു ക്രിസ്തുവിനെ നാം അറിഞ്ഞ്, കർത്താവായ യേശു ക്രിസ്തുവിനെ നാം സ്നേഹിച്ച് കർത്താവിനോട് ചേർന്ന് നിൽക്കുക എന്നതാണ് ക്രിസ്തീയ വിശ്വാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാമത്തെ അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു പ്രത്യേക നിലയിൽ ഈ ലോകത്തിലേക്ക് വന്നതിനെക്കുറിച്ചാണ് 2-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്. അതിന് പ്രത്യേക ശ്രദ്ധ കൊടുക്കുന്ന ചില സഹോദരങ്ങൾ ഉണ്ട്. അത് ശ്രദ്ധ കൊടുക്കേണ്ട ഒരു വിഷയം തന്നെയാണ് കേട്ടോ. പ്രത്യേക ശ്രദ്ധ കൊടുക്കുന്ന ആളുകളുണ്ട്. എന്നാൽ അവർക്ക് പറ്റിയ ഒരു പ്രശ്നം എൻ്റെ നിരീക്ഷണത്തിൽ ഞാൻ കണ്ടെത്തിയ കാര്യമാണ്. ആ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ലോകത്തിലേക്ക് വന്നതിൻ്റെ ലക്ഷ്യം മറന്ന് പരിശുദ്ധാത്മാവിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പറഞ്ഞ് ആ നിലയിൽ പരിശുദ്ധാത്മാവിനെ കാണുന്നൊരു പ്രശ്നമുണ്ട് കേട്ടോ. എന്നാൽ പരിശുദ്ധാത്മാവ് വന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? പരിശുദ്ധാത്മാവ് വന്നതിൻ്റെ ഉദ്ദേശ്യം പരിശുദ്ധാത്മാവിനെ പ്രസിദ്ധപ്പെടുത്തുവാനും പരിശുദ്ധാത്മാവിനെക്കുറിച്ച് സാക്ഷ്യം പറയാനും അല്ല. അപ്പോസ്തല പ്രവൃത്തികൾ 1-ാമത്തെ അധ്യായത്തിൻ്റെ 8-ാം വാക്യം എന്താ? പരിശുദ്ധാത്മാവ് വന്നതിൻ്റെ ഉദ്ദേശ്യം, എന്നാൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിലും എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികൾ ആകും. പരിശുദ്ധാത്മാവ് വന്നതിൻ്റെ ഉദ്ദേശ്യം കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള സാക്ഷ്യം ലോകത്തിൻ്റെ അറ്റം വരെ എത്തിക്കുക എന്ന ഉദ്ദേശത്തിലാണ്. പരിശുദ്ധാത്മാവ് സ്വയം സാക്ഷ്യം പറഞ്ഞ് പരിശുദ്ധാത്മാവിനെ പ്രസിദ്ധപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 14 മുതൽ 16 വരെയുള്ള അധ്യായങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് കർത്താവ് തന്നെ വളരെ വിശദമായി സംസാരിക്കുന്നുണ്ട്. അതിൽ കർത്താവ് പറഞ്ഞ ഒരു പ്രധാന കാര്യം, എന്നാൽ
പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ, ദ പാരാക്ലിറ്റ്, പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം പറയും എന്ന് പറഞ്ഞു. കർത്താവായ യേശുക്രിസ്തുവിനെ വെളിപ്പെടുത്തുവാൻ, യേശുക്രിസ്തു ആരാണ് എന്നത് നമുക്ക് മനസ്സിലാക്കി തരുവാൻ, യേശുക്രിസ്തുവിനെക്കുറിച്ച് സാക്ഷ്യം പറയാനായിട്ടാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ കർത്താവിൻ്റെ പിന്നിൽ മറന്നു നിൽക്കാനാണ് പരിശുദ്ധാത്മാവ് എപ്പോഴും ആഗ്രഹിക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ ഉദ്ദേശ്യം കർത്താവായ യേശുക്രിസ്തുവിനെ വെളിപ്പെടുത്തുക, യേശുക്രിസ്തുവിനെ ഉയർത്തുക, യേശുക്രിസ്തുവിനെ നമുക്ക് മനസ്സിലാക്കി തരിക എന്നുള്ള ഉദ്ദേശമാണ്. അപ്പോൾ ആ ഉദ്ദേശം പരിശുദ്ധാത്മാവിനെ സംബന്ധിച്ച് നമ്മൾ നിലനിർത്തണം. പരിശുദ്ധാത്മാവ് ലഭിച്ച ആളുകളുടെ ഉദ്ദേശം എന്താണ് ഉദ്ദേശം? കർത്താവായ യേശുക്രിസ്തുവിനെ വെളിപ്പെടുത്തുക, കർത്താവായ യേശുക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സാക്ഷികളായി ഫലപ്രദമായ രീതിയിൽ സാക്ഷികളായി തീരുക എന്ന ഉദ്ദേശമാണ് വിശ്വാസികൾക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ചതുകൊണ്ട് നടക്കേണ്ട കാര്യം. അതാണ് ശരി. കർത്താവായ യേശുക്രിസ്തുവാണ് ഏറ്റവും പ്രാധാന്യമേറിയ വ്യക്തി. യേശുക്രിസ്തുവാണ് നമ്മളുടെ രക്ഷകൻ എന്നുള്ള കാര്യം പത്രോസ് അപ്പോസ്തലൻ ഈ പെന്തക്കോസ്ത് നാളിൽ പറഞ്ഞ ആ വിഷയമാണ് നമ്മളുടെ ശ്രദ്ധയിൽ ഉള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു കാര്യം കൂടെ ഞാൻ മുഖവുരയായിട്ട് പറയാം. അത് പെന്തക്കോസ്ത് നാളിൻ്റെ അർത്ഥം എന്താണ്? പെന്തക്കോസ്ത് നാൾ കൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? അത് ഏത് നിലയിലാണ് മനസ്സിലാക്കേണ്ടത്? അത് മനസ്സിലാക്കേണ്ടത് അത് എന്താണ് എന്ന് അപ്പസ്തലനായ പത്രോസ് വിശദീകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ്, അല്ലേ? അപ്പസ്തലനായ പത്രോസിനോട് അല്ലെങ്കിൽ പെന്തക്കോസ്ത് നാളിൽ സംഭവിച്ചതായ കാര്യങ്ങൾ കണ്ട് ആശ്ചര്യപ്പെട്ട മനുഷ്യർ ഇതെന്താണ്, വാട്ട് ഈസ് ദിസ്, ഇതെന്താണ് എന്ന് ചോദിച്ചു. അപ്പോൾ ആ ചോദ്യത്തിനുള്ള മറുപടിയായിട്ട് അതിന് വിശദീകരണം അപ്പസ്തലനായ പത്രോസ് ആളുകളോട് പറഞ്ഞു. അപ്പോൾ പെന്തക്കോസ്ത് നാളിനെ എങ്ങനെ മനസ്സിലാക്കണം? പെന്തക്കോസ്ത് നാളിനെ അപ്പസ്തലനായ പത്രോസ് നൽകിയ വിശദീകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കണം. സഹോദരന്മാരെ, നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല ഈ പെന്തക്കോസ്ത് നാൾ നടന്ന കാര്യത്തിൻ്റെ യഥാർത്ഥമായ ഉദ്ദേശ്യവും അർത്ഥവും ഇതാണ് എന്ന് വിശദീകരിച്ചുകൊണ്ടാണ് അപ്പസ്തലനായ പത്രോസ് സംസാരിക്കുന്നത്. അപ്പം അതുകൊണ്ട് പെന്തക്കോസ്ത് നാളിലെ സംഭവത്തെ പത്രോസിൻ്റെ വിശദീകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കണം. കാരണം പത്രോസ് എന്തിനാ പറഞ്ഞ്? പത്രോസ് പ്രസംഗിച്ചതിൻ്റെ ഉദ്ദേശ്യം ഈ സംഭവിച്ചതിൻ്റെ അർത്ഥം എന്താണ് എന്ന് ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നതാണ്. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വന്നതിൻ്റെ ഉദ്ദേശ്യം എന്താണ്, അതെങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള അപ്പസ്തലനായ പത്രോസിൻ്റെ പ്രസംഗമാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ അതിലാദ്യത്തെ വാക്യങ്ങൾ നമ്മൾ അതിൻ്റെ 14 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, അപ്പോൾ പത്രോസ് 11 പേരോടുകൂടെ നിന്നുകൊണ്ട് ഉറക്കെ അവരോട് പറഞ്ഞത്, യഹൂദ പുരുഷന്മാരും യെരൂശലേമിൽ പാർക്കുന്ന എല്ലാവരുമായുള്ളവരെ, ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കട്ടെ, എൻ്റെ വാക്ക് ശ്രദ്ധിച്ചുകൊള്ളുവേൻ. അവിടെ അപ്പസ്തലനായ പത്രോസിന് പറയാനുള്ളത്, കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് ഈ കാര്യം മനസ്സിലായിട്ടില്ല, എന്താണ് ഇത് സംഭവിച്ചത്, ഇതിൻ്റെ ഉദ്ദേശ്യം എന്താണ് എന്ന കാര്യം നിങ്ങൾക്ക് പിടിയിട്ടിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിക്കണം, അതിൻ്റെ വിശദീകരണം ഞാൻ നിങ്ങൾക്ക് തരാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിവേശിതനായി ഈ സംഭവത്തിൻ്റെ അർത്ഥം എന്താണ് എന്ന് അപ്പസ്തലനായ പത്രോസ് അവരോട് പറഞ്ഞു. അത് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ ക്രിസ്തീയ പ്രസംഗമാണ്, ദ ഫസ്റ്റ് ക്രിസ്ത്യൻ മെസ്സേജ്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മുടെയൊക്കെ പ്രസംഗത്തിനുള്ളൊരു മാതൃകയാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് കർത്താവിനെ അവതരിപ്പിക്കേണ്ടത് എന്നുള്ളതിനൊരു മാതൃക കൂടെയാണ് അപ്പസ്തലനായ പത്രോസിൻ്റെ പ്രസംഗം എന്ന് പറയുന്നത്. അപ്പസ്തലനായ പത്രോസിൻ്റെ പ്രസംഗത്തിൻ്റെ 2ാം ഭാഗത്തേക്കാണ്. ആദ്യത്തെ ഭാഗത്ത് അദ്ദേഹം പറഞ്ഞു, ഈ സംഭവിച്ചതായ കാര്യങ്ങളുടെ അർത്ഥം, അല്ലെങ്കിൽ ഇത് എന്ന് പറയുന്നത് യോവേൽ പ്രവാചകൻ പറഞ്ഞതായ കാര്യമാണ്. യോവേൽ പ്രവാചകൻ മുഖാന്തരം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നേരത്തെ തന്നെ പറഞ്ഞ ആ പ്രവചനത്തിൻ്റെ ദൈവ വാഗ്ദാനത്തിൻ്റെ നിവൃത്തിയാണ് എന്നതാണ് ആദ്യമേ അദ്ദേഹം പറയുന്ന കാര്യം. അതാണ്. അപ്പോൾ ആ നിവൃത്തിയിൽ എന്താ സംഭവിച്ചെന്ന് ചോദിച്ചാൽ 2 കാര്യം പ്രധാനമായും അപ്പസ്തലനായ പൗലോസ് പറഞ്ഞു. യോവേൽ പ്രവാചകൻ പറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ വരവോടുകൂടെ ഇത് അന്ത്യകാലമാണ് എന്ന കാര്യം ദൈവം ലോകത്തെ അറിയിക്കുന്നു എന്നതാണ് താൻ ആദ്യമേ പറഞ്ഞത്. ഇത് അന്ത്യകാലമാണ് എന്ന് പറഞ്ഞാൽ
ദൈവത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ പൂർത്തീകരണമാണ്. ദൈവത്തിൻ്റെ പ്രവർത്തനം നിവർത്തിച്ച, ദൈവിക പ്രവൃത്തികളുടെ നിവൃത്തിയായ, ദൈവം പ്രത്യേകമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രത്യേക കാലഘട്ടത്തിലേക്കാണ് നാം വന്നെത്തിയിരിക്കുന്നത്. അല്ലെങ്കിൽ വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ ഇത് മനുഷ്യരുടെ രക്ഷാകാലമാണ്. മനുഷ്യർക്ക് രക്ഷപ്പെടുവാൻ, ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരുവാൻ കഴിയുന്ന ദൈവം ഒരുക്കിയൊരു പ്രത്യേക കാലഘട്ടമാണ് എന്നതാണ് ആദ്യമേ അപ്പസ്തലനായ പത്രോസ് അവരോട് പറഞ്ഞത്. ഇപ്പോൾ രക്ഷപ്പെടുവാനുള്ള കാലമാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ അന്ത്യകാലമായിട്ട് ഇറ്റ്സ് എ സ്പെഷ്യൽ ടൈം, ഇറ്റ്സ് ഇനാഗുറേഷൻ ഓഫ് എ സ്പെഷ്യൽ ടൈം. അതിനെ നമ്മൾ കൃപായുഗം എന്ന് വിളിക്കും, സഭായുഗം എന്ന് വിളിക്കും, സുപ്രസാദകാലം, രക്ഷാദിവസം എന്ന് വിളിക്കും. അങ്ങനെയുള്ളൊരു പ്രത്യേക കാലഘട്ടത്തിൻ്റെ ഉദ്ഘാടനമാണ് എന്നതാണ് ആദ്യമേ പത്രോസ് അവരോട് പറഞ്ഞ കാര്യം. രണ്ടാമത് പറഞ്ഞു ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എന്താണ്, ഈ പ്രത്യേകമായ കാലഘട്ടത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഞാൻ സകല ജഡത്തിന് മേലും എൻ്റെ ആത്മാവിനെ പകരും. ഈ പുതിയ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നത് കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ കിട്ടും എന്നതാണ് ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. ഞാൻ സകല ജഡത്തിൻ്റെ മേലും, സ്ത്രീയെന്നോ പുരുഷനെന്നോ യജമാനെന്നോ ദാസനെന്നോ യഹൂദനെന്നോ യവനെന്നോ ഒന്നും വ്യത്യാസമില്ലാതെ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ദൈവത്തിന് പരിശുദ്ധാത്മാവിനെ നൽകി. ആ നിലയിലുള്ള പ്രത്യേകമായ അനുഭവം, ബന്ധം ദൈവം മനുഷ്യർക്ക് നൽകും എന്ന കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ കൂടെ അദ്ദേഹം പറഞ്ഞു, ഈ പരിശുദ്ധാത്മാവിനെ കിട്ടുന്നതുകൊണ്ട് ഉള്ള ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് നിങ്ങളുടെ മക്കളും പെൺമക്കളും ആൺമക്കളും ഒക്കെ പ്രവചിക്കും, പ്രായമുള്ള ആളുകൾ ദർശനങ്ങളെ കാണും എന്ന് അതിൻ്റെ ഫലമായിട്ട് സംഭവിക്കുന്ന കാര്യത്തെക്കുറിച്ച് പത്രോസ് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എല്ലാ വ്യക്തികളിലേക്കും വന്നത് അവരെ കർത്താവിന് വേണ്ടി സംസാരിപ്പാൻ അവരെ പ്രാപ്തിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. പ്രവചനം എന്ന് പറയുന്നത് കർത്താവിൻ്റെ സാക്ഷികളായി നിൽക്കുക. അപ്പോസ്തലപ്രവൃത്തികൾ 1-ാമത്തെ അധ്യായത്തിന് 8-ാം വാക്യം പിന്നെ ഞാൻ പറയുകയാണ്, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് എൻ്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സകല ജഡത്തിൻ്റെ മേലും തന്നിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും നൽകുന്നതിൻ്റെ ഉദ്ദേശ്യം അവർക്ക് കർത്താവിന് വേണ്ടി ഫലപ്രദമായ രീതിയിൽ അവർക്ക് കർത്താവിനെ പ്രഘോഷിക്കുവാൻ, കർത്താവിന് സാക്ഷ്യം പറയുവാനുള്ള ആ പ്രാപ്തിയാണ് ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നൽകുന്നത്. ഞാൻ വിചാരിക്കുന്നു ഇന്നത്തെ കാലഘട്ടത്തിലെ ക്രിസ്തീയ വിശ്വാസത്തിൽ കർത്താവിന് സാക്ഷ്യം വഹിക്കുക, സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുക എന്നുള്ള ഊന്നൽ നഷ്ടപ്പെട്ടു കേട്ടോ. നമ്മളെന്തിനാണ് വിശ്വാസികളാകുന്നത്? വിശ്വാസികളാകുന്നതെന്ന് ചോദിച്ചാൽ ലോകത്തിൽ കഷ്ടതയും പ്രയാസവും ഒക്കെ ഉണ്ട്, കർത്താവ് സഹായിക്കാതെ ജീവിക്കാൻ പറ്റിയില്ല, അതൊക്കെ ശരിയായിട്ടോ, അതൊന്നും തെറ്റായ കാര്യമല്ല. എങ്ങനെയാലും കർത്താവിൻ്റെ സഹായത്തോടുകൂടെ ഈ ലോകത്തിൽ വലിയ ബുദ്ധിമുട്ടൊന്നും കൂടാതെ ജീവിക്കണം. പിള്ളേരെ വളർത്തണം, അല്ലേ, ഒരു വീടുണ്ടാക്കണം, ഒരു ജോലി വേണം, തമ്പുരാൻ സഹായിക്കാതെ നടക്കില്ല. അപ്പോൾ അതുകൊണ്ടൊരു വിശ്വാസിയാകാം എന്ന് വിചാരിച്ച് ആ നിലയിൽ മാത്രം ക്രിസ്തീയ വിശ്വാസത്തെ കാണുന്ന ആളുകളുണ്ട്. അതതിൻ്റെ ഒരു വലിയ ഗുണമാണെന്നുള്ള കാര്യം ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ അതിൻ്റെ ആത്യന്തിക ലക്ഷ്യമല്ല കേട്ടോ. കർത്താവ് നമ്മളെ വിളിച്ചത് എന്തിനാണ്? കർത്താവ് പറഞ്ഞു, നിങ്ങൾ എൻ്റെ സാക്ഷികളാകും. കർത്താവായ യേശുക്രിസ്തുവിൽ കൂടെ ദൈവം ഒരുക്കിയ ദൈവത്തിൻ്റെ രക്ഷാ സന്ദേശം ലോകത്തിൻ്റെ അറ്റത്തോളം എത്തിച്ച് മനുഷ്യരെ അവരുടെ പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് വിടുവിക്കുവാനുള്ള മുഖാന്തരമായി പ്രവർത്തിക്കുവാനായിട്ടാണ് ദൈവം തൻ്റെ മക്കളെ വിളിച്ച് ആക്കിയിരിക്കുന്നത്. ദാറ്റ് ഈസ് അവർ പർപ്പസ്. വി ഹാവ് ടു ബി വിറ്റ്നസ്സസ്. കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി സാക്ഷ്യം പറയുവാൻ, അതിനായിട്ടാണ് യേശുക്രിസ്തുവിൻ്റെ സാക്ഷികളായി ഈ ലോകത്തിൽ ജീവിക്കുവാനായിട്ടാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നത്. അതാണ് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം. അതാണ് വി ആർ വിറ്റ്നസ്സസ്, നാം സാക്ഷികളാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതാണ് ആദ്യത്തെ ഉദ്ദേശ്യമായിട്ട്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നൽകിയത് എന്തിനാണ് എന്ന് പത്രോസിനോട് ചോദിച്ചാൽ പത്രോസ് പറയും, അത് അന്ത്യകാലമാണ് എന്ന കാര്യം വിളംബരം ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഇതൊരു പ്രത്യേക കാലഘട്ടമാണ് എന്നത് വിളംബരം ചെയ്യാൻ. രണ്ടാമത് അദ്ദേഹം പറഞ്ഞു, അതിൻ്റെ ഉദ്ദേശ്യം വിശ്വസിക്കുന്ന എല്ലാവർക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നൽകി കർത്താവിന് വേണ്ടി സാക്ഷികളായി നിൽക്കുവാൻ നമ്മളെ പ്രാപ്തിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. തൻ്റെ യേശുക്രിസ്തുവിൻ്റെ നാമം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. അപ്പോൾ അതാണ് ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത. ആ രക്ഷാപരിപാടിയിലുള്ള പങ്കാളിത്തമാണ്, അതിന് മുഖാന്തരമായി പ്രവർത്തിക്കുവാനുള്ള അവകാശമാണ് ദൈവമക്കളുടെ അവകാശം എന്ന് പറയുന്നത്. അതാണ് വി ആർ വിറ്റ്നസ്സസ്
ഓഫ് ദ ഗ്രേറ്റ് സാൽവേഷൻ that God has brought into the world. ഈ ലോകത്തിലേക്ക് ദൈവം തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ കൂടെ കൊണ്ടുവന്ന ഈ രക്ഷയുടെ അതിന് സാക്ഷ്യം വഹിക്കുന്നതിന് വേണ്ടിയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ തന്നത് എന്ന കാര്യം പറഞ്ഞു. അപ്പോൾ ദൈവിക അനുഗ്രഹത്തിൻ്റെയും അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ലോകത്തിൽ വന്നതിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി സാക്ഷ്യം വഹിക്കുക എന്നത് തന്നെയാണ്. അതിനുശേഷം പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിൽ എൻ്റെ ഉദ്ദേശ്യമായിട്ട് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് 22 മുതൽ അതിൻ്റെ 31 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം. അതെല്ലാം ഇന്ന് പറയാൻ വെക്കുമോ എന്നെനിക്കറിയില്ല, എങ്കിലും നമുക്ക് ആ വേദഭാഗം ഒന്ന് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാമത്തെ അധ്യായത്തിൻ്റെ 22 മുതലുള്ള വാക്യങ്ങളാണ്. അത് പത്രോസിൻ്റെ പ്രസംഗത്തിൻ്റെ തുടർച്ചയാണ്. അദ്ദേഹം പറഞ്ഞു, ഇസ്രായേൽ പുരുഷന്മാരെ ഈ വചനം കേട്ടുകൊള്ളുവിൻ. അപ്പം കേട്ട് ഇരുന്ന ആളുകൾ ഒരുപക്ഷെ അവരുടെ കേൾവി ശ്രദ്ധ മാറ്റിയതുകൊണ്ടാവും പിന്നെയും അവസാന പൗലോസ് പറഞ്ഞത് കേട്ടുകൊള്ളു. നിങ്ങളെ നോക്കി ഞാൻ പറയും, നിങ്ങൾ ഉറങ്ങരുത്, നിങ്ങൾ ഈ കാര്യം കേൾക്കണം എന്ന കാര്യം ഞാൻ പിന്നെയും നിങ്ങളോട് പറയും. അതുകൊണ്ട് ഇസ്രായേൽ പുരുഷന്മാരെ ഈ വചനം കേട്ടുകൊള്ളു. പുരുഷന്മാർ മാത്രം കേട്ടാൽ പോരാ കേട്ടോ, ചിലപ്പം കേൾക്കുന്നതിൽ കൂടുതൽ ശ്രദ്ധ സഹോദരിമാർക്കായിരിക്കും. അപ്പോൾ അവരും കേൾക്കേണ്ട കാര്യം തന്നെയാണ്. നിങ്ങൾ തന്നെ അറിയും പോലെ ദൈവം അവനെക്കൊണ്ട് നിങ്ങളുടെ നടുവിൽ ചെയ്യിച്ച ശക്തികളും അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്ന പുരുഷനായി നസറേയനായ യേശുവിനെ ദൈവം തൻ്റെ സ്ഥിരനിർണയത്താലും മുന്നറിവിനാലും ഏൽപ്പിച്ചിട്ട് നിങ്ങൾ അവനെ അധർമ്മികളുടെ കയ്യാൽ തറപ്പിച്ചു കൊന്നു. ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണം അവനെ പിടിച്ചു വയ്ക്കുന്നത് അസാധ്യമായിരുന്നു. ഞാൻ കർത്താവിനെ എപ്പോഴും എൻ്റെ മുൻപിൽ കണ്ടിരിക്കുന്നു. അവൻ എൻ്റെ വലത്ത് ഭാഗത്തുണ്ട് ഇരിക്കിയാൽ ഞാൻ കുലുങ്ങിപ്പോകുകയില്ല. അതുകൊണ്ട് എൻ്റെ ഹൃദയം സന്തോഷിച്ച് എൻ്റെ നാവ് ആനന്ദിച്ച് എൻ്റെ ജഡവും പ്രത്യാശയോടെ വസിക്കും. നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നിൻ്റെ പരിശുദ്ധനെ ദിനപത്വം കാണുവാൻ സമ്മതിക്കുകയുമില്ല. നീ ജീവമാർഗങ്ങളെ എന്നോട് അറിയിച്ചു, നിൻ്റെ സന്നിധിയിൽ എന്നെ സന്തോഷപൂർണ്ണനാക്കും എന്ന് ദാവീദ് അവനെക്കുറിച്ച് പറയുന്നുവല്ലോ. സഹോദരന്മാരായ പുരുഷന്മാരെ, ഗോത്രപിതാവായ ദാവീദിനെക്കുറിച്ച് അവൻ മരിച്ച് അടക്കപ്പെട്ടു എന്ന് എനിക്ക് നിങ്ങളോട് ധൈര്യമായി പറയാം. അവൻ്റെ കല്ലറ ഇന്നുവരെ നമ്മളുടെ ഇടയിൽ ഉണ്ടല്ലോ. എന്നാൽ അവൻ പ്രവാചകനാകിയാൽ ദൈവം അവൻ്റെ കടിപ്രദേശത്തിൻ്റെ ഫലത്തിൽ നിന്ന് ഒരുവനെ അവൻ്റെ സിംഹാസനത്തിൽ ഇരുത്തുമെന്ന് തന്നോട് സത്യം ചെയ്ത് ഉറപ്പിച്ചു എന്നറിഞ്ഞിട്ട് അവനെ പാതാളത്തിൽ വിട്ടുകളഞ്ഞില്ല, അവൻ്റെ ജഡം ദ്രവത്വം കണ്ടതുമില്ല എന്ന് ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം മുൻപ് കൂട്ടിക്കണ്ട് പ്രസ്താവിച്ചു. അപ്പോൾ അപ്പോസ്തലനായ പത്രോസിൻ്റെ പ്രസംഗത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ഈ ലോകത്തിലേക്ക് അയച്ചത് എന്തിനാണ് എന്നതിൻ്റെ വിശദീകരണമാണ് താൻ നൽകുന്നത്. അപ്പോൾ പറഞ്ഞു, ഇതൊരു പുതിയ കാലഘട്ടമാണ്, എല്ലാവർക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദൈവം കൊടുക്കും. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് അല്ലെങ്കിൽ ദൈവം ഒരുക്കിയ രക്ഷ സകല മനുഷ്യർക്കും ലഭ്യമാണ് എന്ന കാര്യമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് ലോകത്തോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം കർത്താവായ യേശു ക്രിസ്തുവുമായിട്ട് അഭേദ്യമായി ബന്ധപ്പെട്ടതാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ കർത്താവ് ഈ ലോകത്തിലേക്കല്ല, ദൈവം ഈ ലോകത്തിലേക്ക് അയക്കാനുള്ള കാരണം കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ ദൈവം തൻ്റെ രക്ഷാപരിപാടി പൂർത്തീകരിച്ചു എന്നതിനാലാണ്. കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്ന് മനുഷ്യരുടെ പാപങ്ങളുടെ പ്രശ്നത്തിന് തൻ്റെ ബലിമരണത്താൽ പരിഹാരം വരുത്തി ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തതുകൊണ്ടാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദൈവം ഈ ലോകത്തിലേക്ക് അയച്ചത്. ആ സന്ദേശം ലോകത്തിലുള്ള സകല മനുഷ്യരെയും അറിയിക്കുന്നതിന് വേണ്ടിയാണ്. അവിടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രവർത്തനമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വരവിന് കാരണം എന്നതാണ് താൻ അടുത്തതായിട്ട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. യേശു ക്രിസ്തുവിൻ്റെ പ്രവർത്തനമാണ്, യേശു ക്രിസ്തു ഉയർത്തപ്പെട്ടതാണ്, യേശു ക്രിസ്തുവിൻ്റെ ബലിമരണമാണ്. കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ അല്ല യേശു ക്രിസ്തുവിൻ്റെ അഭ്യർത്ഥനയനുസരിച്ച് പിതാവായ ദൈവത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ ഈ ലോകത്തിലേക്ക് അയക്കാനുള്ള കാരണം അതാണ് എന്നാണ് കർത്താവായ യേശു, അതാണ് അപ്പോസ്തലനായ പത്രോസ് പറയുന്നത്. അപ്പോൾ യേശു ക്രിസ്തുവിനെ കുറിച്ച് അപ്പോസ്തലനായ പത്രോസ് പറയുന്ന പ്രസംഗം, യേശു ക്രിസ്തു ആരാണ് എന്നതിനെ സംബന്ധിച്ച് പത്രോസ് പറയുന്നതായിരിക്കുന്ന പ്രസ്താവന
അതീവ ശ്രദ്ധേയമായ പ്രസ്താവനയാണ്. അപ്പോൾ ഈ നിലയിലാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ നമ്മൾ ലോകത്തിൻ്റെ മുൻപിൽ അവതരിപ്പിക്കേണ്ടത്. ഇന്ന് പലരും കർത്താവായ യേശു ക്രിസ്തുവിനെ അവതരിപ്പിക്കുന്നത് അപ്പസ്തലനായ പത്രോസ് അവതരിപ്പിച്ചതുപോലെ അല്ല. യേശു ക്രിസ്തുവിനെ പത്രോസും അപ്പസ്തലന്മാരും അവതരിപ്പിച്ചതുപോലെ തന്നെ നാം ലോകത്തിന് യേശു ക്രിസ്തുവിനെ പരിചയപ്പെടുത്തി കൊടുക്കണം. ദാറ്റ് ഈസ് ദ ക്രൈസ്റ്റ് ഓഫ് ദ ബൈബിൾ. അതാണ് ബൈബിൾ വെളിപ്പെടുത്തുന്ന ക്രിസ്തു എന്ന് പറയുന്നത്. ഇന്ന് ലോകത്തിൽ ഒരുപാട് തരത്തിലുള്ള ക്രിസ്തുക്കളുണ്ട്. പിന്നെ കയ്യിലിങ്ങനെ കൊണ്ടു നടക്കാവുന്ന യേശു ക്രിസ്തുവൊക്കെ ഉണ്ട് അല്ലേ? കയ്യിൽ ഒതുങ്ങി വേണേൽ പോക്കറ്റിലിരിക്കുന്ന യേശുണ്ട്. അതൊന്നും ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുത്തുന്നതായിരിക്കുന്ന യേശുവല്ല, പ്രവാചകനായിരിക്കുന്ന യേശുണ്ട്. മരിച്ചിട്ടുമില്ല, ഉയർത്തെഴുന്നേറ്റിട്ടുമില്ല, അങ്ങനെയുള്ള യേശുണ്ട്. ശ്രീ യേശു എന്ന് പറയുന്ന യേശുണ്ട് അല്ലേ? നിങ്ങൾക്കറിയോ അത്? പാഠപുസ്തകം, സാമൂഹ്യ പാഠപുസ്തകത്തിലെ യേശു, ആ യേശുവിൻ്റെ തലവാചകം എന്തുവാ? ശ്രീ യേശു. ശ്രീ യേശു, പിന്നെ ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ, പിന്നെ യേശുനാഥനൊന്നും പറയത്തില്ല കേട്ടോ. അവർ ശ്രീ യേശു അവർക്ക് ഇഷ്ടമുള്ള പേര്. മിസ്റ്റർ യേശു, വലിയ ഉപദ്രവമൊന്നും ഇല്ലാത്ത യേശുവാണ് കേട്ടോ. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, അങ്ങനെയുള്ള യേശുവിനെ രക്ഷിക്കാൻ പറ്റത്തില്ല. ദൈവത്തിൻ്റെ വചനമായിരിക്കുന്ന വിശുദ്ധ ബൈബിൾ വെളിപ്പെടുത്തുന്ന കർത്താവാണ് രക്ഷകനായിരിക്കുന്ന, ലോകത്തെ രക്ഷിക്കുന്ന രക്ഷകനെന്ന് പറയുന്ന ബൈബിൾ വെളിപ്പെടുത്തുന്ന കർത്താവാണ്. ഈ കർത്താവിൻ്റെ പ്രത്യേകത എന്താ? അതാണ് അപ്പസ്തലനായ പത്രോസ് നമ്മളോട് ആദ്യമേ പറയുന്നത്. ഇസ്രായേൽ പുരുഷന്മാരെ, ഈ വചനം നിങ്ങൾ കേട്ടുകൊള്ളുവിൻ. നിങ്ങൾ തന്നെ അറിയും പോലെ ദൈവം അവനെക്കൊണ്ട് നിങ്ങളുടെ നടുവിൽ ചെയ്യിച്ച അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്ന പുരുഷനായി നസറേയനായ യേശുവിനെ. അവിടെ ഇന്നത്തെ എൻ്റെ പ്രസംഗത്തിൻ്റെ തലവാചകം, ഞാൻ പ്രസംഗം വെച്ചിട്ട് പറഞ്ഞിട്ടാണ് അതിൻ്റെ തലവാചകം പറയുന്നത് എന്നുള്ളത് ശരിയാണ്. അത് ദൈവം കാണിച്ചു തന്ന പുരുഷൻ എന്ന് പറയുന്ന ആ പ്രസ്താവനയാണ്. ദൈവം കാണിച്ചു തന്ന പുരുഷൻ, ദൈവം വെളിപ്പെടുത്തി തന്ന, ദൈവം പറഞ്ഞു തന്ന, ദൈവം തെളിയിച്ചു തന്ന യേശുവിനെ കുറിച്ചാണ് അപ്പസ്തലനായ പത്രോസ് സംസാരിക്കുന്നത്. ആ യേശുവിനെ വേണം നിങ്ങൾ പരിചയപ്പെടാൻ, ആ യേശുവിനെ വേണം നിങ്ങൾ മനസ്സിലാക്കാനായിട്ട്. ദൈവം കാണിച്ചു തന്ന പുരുഷനായി. ഈ പ്രപഞ്ചത്തിൽ, ഈ ലോകത്തിൽ ഒരുപാട് മനുഷ്യരുണ്ട് കേട്ടോ. പക്ഷെങ്കിൽ പിതാവായ ദൈവം തൻ്റെ വെളിപ്പാടിൻ്റെ ആ പ്രത്യേകമായിരിക്കുന്ന ആ വെളിച്ചം ഒരു പ്രത്യേക വ്യക്തിയിലേക്ക് കേന്ദ്രീകരിച്ച്, ആ വ്യക്തി സകല മനുഷ്യരിൽ നിന്നും വ്യത്യസ്തനാണ് എന്ന കാര്യം നമുക്ക് തെളിവായി വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ്. ഹീ ഈസ് നോട്ട് ലൈക്ക് എനിബഡി എൽസ്. കർത്താവായ യേശു ക്രിസ്തു മറ്റാരെയും പോലെയല്ല. ദൈവം കാണിച്ചു തന്ന, ദൈവം വെളിപ്പെടുത്തി തന്ന നിസ്തുല്യമായ വ്യക്തിയാണ് കർത്താവായ യേശു ക്രിസ്തു എന്ന് പറയുന്നത്. ഈ കർത്താവ്, ഞാനതിനെക്കുറിച്ചൊരു പ്രസ്താവനയായിട്ട് പറയാം. ദൈവം മനുഷ്യനായി തീർന്ന് മനുഷ്യരുടെ രക്ഷയ്ക്കായിട്ട് ദൈവം നിയോഗിച്ച മശികയായ ആ വ്യക്തിയാണ് കർത്താവായ യേശു ക്രിസ്തു എന്ന് പറയുന്നത്. ദൈവം മനുഷ്യനായി തീർന്ന വ്യക്തിയാണ്. ദൈവം മനുഷ്യരുടെ രക്ഷയ്ക്കായിട്ട് പാപപരിഹാര ബലി നടത്തി അവനെ രക്ഷിക്കുവാനായിട്ട് ദൈവം വേർതിരിച്ച മശികയാണ് കർത്താവായ യേശു ക്രിസ്തു എന്ന് പറയുന്നത്. അപ്പം അതിന് രണ്ട് കാര്യങ്ങൾ തെളിവായിട്ട് അപ്പസ്തലനായ പത്രോസ് ഇവിടെ പറയുന്നുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിരിക്കുന്ന കാര്യം. യേശു ക്രിസ്തുവിനെ സംബന്ധിച്ച് രണ്ട് കാര്യങ്ങൾ. ഒന്നാമത് അദ്ദേഹം പറയുന്നത്, നിങ്ങൾ അറിയും പോലെ. കർത്താവായ യേശു ക്രിസ്തുവിനെ പരിചയപ്പെടുവാനുള്ള അവസരം ദൈവം മനുഷ്യർക്ക് കൊടുത്തു എന്നതാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഒരു മൂലയിൽ ആരും ശ്രദ്ധിക്കപ്പെടാതെ നടന്ന ഒരു കാര്യമല്ല. കർത്താവായ യേശു ക്രിസ്തുവിനെ പരിചയപ്പെടുവാൻ, യേശു ക്രിസ്തു ആരാണ് എന്ന് മനസ്സിലാക്കുവാൻ വ്യക്തമായ ഒരു കാലഘട്ടം, പ്രവർത്തനം കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ ദൈവം ചെയ്തു കേട്ടോ. നിങ്ങൾ അറിയും പോലെ. അപ്പസ്തലനായ പത്രോസ് പിന്നെയും പറയും, സഹോദരന്മാരെ, ഇത് മൂലയിൽ സംഭവിച്ച ഒരു കാര്യമല്ല. പൗലോസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും വിധം ചരിത്രത്തിൽ സംഭവിച്ച, വെളിപ്പെടുത്തപ്പെട്ട
യാഥാർത്ഥ്യങ്ങളാണ് എന്നതാണ് പത്രോസ് ആദ്യമേ പറയുന്നത്. ദിസ് ഈസ് സംതിങ് വിച്ച് ഹാപ്പൻഡ് ഇൻ ഹിസ്റ്ററി വിച്ച് യു കൻ ലുക്ക് ബാക്ക് ആൻഡ് സീ. നമുക്ക് തിരിഞ്ഞു നോക്കി മനസ്സിലാക്കുവാൻ കഴിയുന്ന, ചരിത്രത്തിൽ സംഭവിച്ച, ദൃക്സാക്ഷികൾ വെളിപ്പെടുത്തിയ, സാക്ഷ്യം പറഞ്ഞ ചരിത്ര സത്യങ്ങളാണ് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത്. പത്രോസ് പിന്നെ തന്നെ ലേഖനത്തിൽ പറഞ്ഞപ്പോൾ പറഞ്ഞു, നാം കിഴവിക്കഥകളെ അനുസരിച്ച് വിശ്വസിച്ച് പോകുന്ന ആളുകളല്ല, ഞങ്ങളവരെ തേജസ് കണ്ടതാണ്. കർത്താവായ യേശുക്രിസ്തുവിനെ ഞങ്ങൾ പരിചയപ്പെട്ടതാണ്, ഞങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടതാണ്, ഞങ്ങളുടെ കൈ സ്പർശിച്ചതാണ്, ഇത് സത്യമായിരിക്കുന്ന യാഥാർത്ഥ്യമാണ് എന്നതാണ് കർത്താവിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പം ആ കാര്യം നിങ്ങൾ മനുഷ്യരോട് പറയണം കേട്ടോ. ദിസ് ഈസ് ഹാപ്പൻഡ് ഇൻ ഹിസ്റ്ററി. ചരിത്രത്തിൽ നമുക്ക് തിരിഞ്ഞു നോക്കിയാൽ മനസ്സിലാക്കുവാൻ കഴിയുന്ന നിലയിൽ, മനസ്സിലാക്കുവാൻ മനസ്സുള്ള മനുഷ്യർക്ക് വ്യക്തമായി തെളിയിക്കപ്പെട്ട ചരിത്ര യാഥാർത്ഥ്യങ്ങളാണ് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ പറയുന്നത്. അല്ലാതെ സങ്കല്പങ്ങളല്ല. ശ്രീരാമനെ കുറിച്ച് എവിടെ ജനിച്ചെന്ന് ചോദിച്ചാൽ എവിടെ പറയും? അയോധ്യയിൽ. എവിടെയാ സാധനം? അതുപോലെ തന്നെ നിങ്ങൾ മുസ്ലിം സഹോദരന്മാരുടെ ഖുർആൻ എന്ന് പറയുന്നതായിരിക്കുന്ന പുസ്തകം വായിച്ചു നോക്കൂ. അപ്പോൾ അതിനുള്ള പ്രത്യേകത എന്ന് ചോദിച്ചാൽ, ചരിത്ര പുരുഷന്മാരോ ചരിത്രപരമായി തെളിയിക്കുവാൻ കഴിയുന്ന സ്ഥലങ്ങളോ ഒന്നും ആ പുസ്തകത്തിൽ പറഞ്ഞിട്ടില്ല. ഒക്കെ കഥകളായിട്ടൊക്കെ പറഞ്ഞിരിക്കുകയാണ്. ചരിത്ര പുരുഷന്മാരും ചരിത്ര സംഭവങ്ങളും നമുക്ക് തെളിയിക്കുവാൻ കഴിയുന്ന കാര്യങ്ങളും ഒന്നും ആ പുസ്തകത്തിലില്ല. എന്നാൽ ദൈവവചനമായിരിക്കുന്ന വിശുദ്ധ ബൈബിളിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ചരിത്രപരമായി തെളിയിക്കുവാൻ കഴിയുന്ന, തിരിഞ്ഞു നോക്കി മനസ്സിലാക്കുവാൻ കഴിയുന്ന ചരിത്ര യാഥാർത്ഥ്യങ്ങളാണ് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അത് നമ്മൾ വളരെ ശക്തിയായിട്ട് പറയണം. യെരുശലേം എന്ന് പറയുന്ന നഗരം, നസ്രേത്ത് എന്ന് പറയുന്ന പട്ടണം, ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം, കർത്താവ് സഞ്ചരിച്ച ഇടങ്ങളൊക്കെ കുഴിച്ചു നോക്കിയാൽ കണ്ടെത്താൻ കഴിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. യു ഗോ ടു ആർക്കിയോളജി. നിങ്ങൾ പുരാവസ്തു ഗവേഷകന്മാർ കുഴിച്ചെത്തിയാൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ കണക്ക്. അപ്പുറത്ത് പോകുമെന്ന് പറഞ്ഞാലും, പിന്നെ നസ്രേത്ത് എന്ന് പറഞ്ഞാലും, ഗലീല എന്ന് പറഞ്ഞാലും, ആ സ്ഥലങ്ങളൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ കുഴിച്ചു നോക്കി കണ്ടുപിടിക്കാൻ കഴിയുന്ന കാര്യമാണ്. ബൈബിളിൽ പറയുന്ന മനുഷ്യർ ചരിത്രത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യരാണ്. സീസറും അഗസ്റ്റോസും പീലാത്തോസും ഇവരൊക്കെ ചരിത്രത്തിലുള്ള മനുഷ്യരാണ്. ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ കണ്ടെത്താൻ കഴിയുന്ന ആളുകളാണ്. നിങ്ങൾ അറിയും പോലെ ചരിത്രത്തിൽ മനുഷ്യർക്ക് മനസ്സിലാകുന്ന രീതിയിൽ വ്യക്തമായി പരസ്യമായി സംഭവിച്ച കാര്യങ്ങളാണ് കർത്താവായ യേശുക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്. രണ്ടാമത് അദ്ദേഹം പറഞ്ഞപ്പോൾ പറഞ്ഞു, കർത്താവായ യേശുക്രിസ്തുവിനെ ദൈവം നിസ്തുല്യനായ ദൈവപുത്രനാണ്, മശിഹയാണ്, ദൈവം തന്നെയാണ് എന്ന് തെളിയിച്ചത് നിങ്ങളുടെ നടുവിൽ ചെയ്ത ശക്തികളും അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട്. ശക്തികളും അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് പറയുമ്പോൾ യാതൊരു ശങ്കയുമില്ലാതെ ധൈര്യമായി പറയാൻ കഴിയുന്ന കാര്യം, കർത്താവായ യേശുക്രിസ്തു പ്രവർത്തിച്ചതുപോലെ ലോകത്തിൻ്റെ ചരിത്രത്തിൽ മറ്റൊരു വ്യക്തിയും പ്രവർത്തിച്ചിട്ടില്ല. ഹി ഈസ് യുണീക്ക് ഇൻ ഹിസ് ആക്ഷൻസ്. ദൈവത്തിന് മാത്രം ചെയ്യുവാൻ കഴിയുന്ന കാര്യങ്ങളാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രവൃത്തിയിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് യേശുക്രിസ്തു ചെയ്തതായിരിക്കുന്ന പ്രവൃത്തികൾ ലോകത്തിൽ മറ്റൊരു മനുഷ്യനും ചെയ്തിട്ടില്ല. ഹി ഈസ് യുണീക്ക് ഇൻ വാട്ട് ഹി ഹസ് ഡൺ. മരിച്ച മനുഷ്യരോട് മടങ്ങി വരുവാൻ പറഞ്ഞപ്പോൾ അവർ മടങ്ങി വന്ന ചരിത്രമാണ് യേശുക്രിസ്തുവിനെ കുറിച്ച് പറയാൻ കഴിയുന്നത്. കാറ്റും കോളും സമുദ്രത്തിൽ ആഞ്ഞടിച്ചപ്പോൾ ശാന്തമാകുക എന്ന് പറഞ്ഞപ്പോൾ കടലും കാറ്റും ഒക്കെ തന്നെ അനുസരിച്ച കാര്യമാണ് പറയുന്നത്. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച കാര്യമാണ് പറയുന്നത്. കർത്താവായ യേശുക്രിസ്തു വെള്ളത്തിന് മീതെ നടന്ന കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. കുഷ്ഠരോഗികളെ സ്പർശിച്ചപ്പോൾ അവരുടെ കുഷ്ഠം വിട്ടുപോയതിനെക്കുറിച്ചാണ് പറയുന്നത്. ജന്മനാ കുരുടനായിരുന്നവരെ കണ്ണുകളെ തുറന്നതിനെക്കുറിച്ചാണ് ദൈവത്തിന് വചനമായിരിക്കുന്ന വിശുദ്ധ ബൈബിൾ പറയുന്നത്. കണ്ണ് തുറന്നു നോക്കി മനസ്സിലാക്കുവാൻ മനസ്സുള്ള മനുഷ്യർക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യമുണ്ട് കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ആഗ്രഹമില്ലേ, മനസ്സിലാക്കാൻ പറ്റില്ല, അത് വേറെ കാര്യം. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ മനസ്സുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നൊരു കാര്യമുണ്ട്. യേശുക്രിസ്തുവിനെ പോലെയുള്ളൊരു മനുഷ്യൻ ഈ പ്രപഞ്ചത്തിൽ ഒരിക്കലും ജീവിച്ചിട്ടില്ല എന്ന കാര്യം നിങ്ങൾക്ക് ബോധ്യമാകും. അത് ഞാൻ ക്രിസ്ത്യാനിയായതുകൊണ്ട് പറയുന്ന കാര്യമൊന്നുമല്ല, അത് യാഥാർത്ഥ്യമായതുകൊണ്ട് പറയുന്ന കാര്യമാണ്.
നമ്മളുടെ മുസ്ലിം സ്നേഹിതന്മാർക്കൊരു സങ്കടമുണ്ട് കേട്ടോ. മുഹമ്മദ് നബിക്ക് ഒരു സങ്കടം ഉണ്ടായിരുന്നു. കാര്യം ഒരത്ഭുതവും ചെയ്യാൻ പുള്ളിക്ക് സാധിച്ചില്ല. അതാ പുള്ളിയുടെ സങ്കടം. പിന്നെ ഖുറാനിൽ അത്ഭുതമൊന്നുമില്ല. മുഹമ്മദ് നബി ചെയ്ത അത്ഭുതം എന്താണെന്ന് ചോദിച്ചാൽ ഖുറാൻ സത്യമാണെന്നുള്ളൊരു കാര്യം എന്താ മുഹമ്മദ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് പറയത്തേ ഉള്ളൂ കേട്ടോ. പുള്ളി ഒരു അത്ഭുതം ചെയ്തില്ല. പിന്നെ അവർ അത്ഭുതം ഒന്നുമില്ലാത്തൊരു സങ്കടം മാറ്റാനായിട്ട് പിന്നീട് വന്ന ഹദീസുകളിലൊക്കെ പുള്ളി കുതിരപ്പുറത്ത് കയറി അവിടുന്ന് രാത്രിയിൽ സഞ്ചരിച്ചു, പിന്നെ ചന്ദ്രനെ പിളർന്നു എന്നൊക്കെ പറയുന്ന കഥയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പാവം പിന്നെ മുഹമ്മദ് നബി അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ ഖുറാനിൽ എങ്ങും അത് കാണാനില്ല. പുള്ളി ഒരു അത്ഭുതം ചെയ്തിട്ടില്ല. ലോകത്തിലുള്ളതായിരിക്കുന്ന മത നേതാക്കന്മാരെയും ഗുരുക്കന്മാരെയും പ്രവാചകന്മാരെയും ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. യേശുക്രിസ്തുവിനെ പോലെയുള്ളൊരു വ്യക്തിയില്ല. അത് പച്ചയായ പരമാർത്ഥമാണ്. അത് അംഗീകരിക്കാനായിട്ട് എന്താ മനസ്സില്ലാത്തത്? കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജീവിതം പരിശോധിച്ചാൽ നിങ്ങളുടെ നടുവിൽ അവനെക്കൊണ്ട് ദൈവം ചെയ്യിച്ച അത്ഭുതങ്ങളും ശക്തികളും അടയാളങ്ങളും, അതുകൊണ്ട് ദൈവം മാറ്റി നിർത്തിയ പുരുഷനാണ് കർത്താവായ യേശു. ഹി മാർക്ഡ് ഹിം ഔട്ട് വിത്ത് വാട്ട് ഹി ഹസ് ഡൺ. കർത്താവായ യേശുക്രിസ്തു ചെയ്ത പ്രവൃത്തികൾ കൊണ്ട് ദൈവം മാറ്റി നിർത്തിയ, ദൈവം തെളിയിച്ച, ദൈവം വെളിപ്പെടുത്തിയ, ദൈവം തൻ്റെ പൂർണ്ണ സർട്ടിഫിക്കറ്റ് നൽകിയ ഏക വ്യക്തി എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവാണ്. അതിനെക്കുറിച്ച് 3 വാക്കുകൾ പറഞ്ഞല്ലോ. താൻ ചെയ്ത ശക്തിയും അത്ഭുതവും അടയാളവും. ശക്തി എന്ന് പറയുന്ന വാക്ക്, അപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞു കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രവർത്തനങ്ങളെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ദൈവം തൻ്റെ ഭരണം പൂർണ്ണമായി ലോകത്തിലേക്ക് വരുത്തുന്ന നാളുകളിൽ ദൈവം എന്താണോ ചെയ്യാൻ പോകുന്നത് ആ പ്രവൃത്തികളൊക്കെയാണ് കർത്താവായ യേശുക്രിസ്തു ചെയ്തത്. What God has promised that he will do in the world is exactly what Jesus has done. That's why, അതുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞത്, ഞാൻ ദൈവത്തിൻ്റെ രാജ്യം വന്നിരിക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞ കാര്യതാണ്. കർത്താവിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് ഒരു കാര്യം നമുക്ക് വ്യക്തമായിട്ട് പറയാം. കർത്താവ് ചെയ്ത ഈ അത്ഭുതങ്ങളെ നിഷേധിക്കാൻ ആർക്കും സാധിച്ചിട്ടില്ല. ഇന്ന് അത്ഭുത പ്രവൃത്തികൾ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. പക്ഷെങ്കിൽ അത് അത്ഭുതമാണോ ഇല്ലയോ നമുക്കറിയത്തില്ല. ഇങ്ങനെ ഒരാളിങ്ങനെ ഈ നാളത്തെ ഒരു ഭയങ്കര തട്ടിപ്പുകാരനുണ്ട്, ഭയങ്കര 6 തട്ടിപ്പുകാരൻ. പുള്ളി എന്ത് ചെയ്തറിയോ, ആളിന് കാശ് കൊടുക്കും. കാശ് കൊടുത്തതിന് ശേഷം കുഞ്ഞെ മിണ്ടാതെ കൈയനക്കാൻ വയ്യ കാലനക്കാൻ വയ്യ എന്ന് പറഞ്ഞ് കിടന്നോണമെന്ന്. അതിനെന്താ ചാർജ് എന്നുള്ളത് 500 1000 പിന്നെ റേറ്റ് അനുസരിച്ച് ഇവരുടെ ഇതനുസരിച്ച് കൊടുത്തോളും. മിണ്ട്. എന്നിട്ട് പിന്നെ അദ്ദേഹം പറയും കൈയൊന്ന് അനക്കിക്കേ, കാലം നനക്കിക്കേ. കാശ് കൊടുത്ത് ഇല്ലയോ കാലനൊക്കെ പറഞ്ഞ പുള്ളി അനക്കൂലേ, എഴുന്നേറ്റ്. ഇത് അത്ഭുതമായിരുന്നോ? അല്ലെന്നേ, ഭയങ്കര തട്ടിപ്പാണ്. കർത്താവായ യേശുക്ക് ചെയ്ത ഒരത്ഭുതത്തെക്കുറിച്ചും അത് തട്ടിപ്പായിരുന്നു എന്നൊരാരോപണം ആരും പറഞ്ഞിട്ടില്ല കേട്ടോ. കാര്യം ചോദിച്ചാൽ അത് ഏത് മനുഷ്യർക്കും മനസ്സിലാക്കുവാൻ കഴിയുന്ന അത്ഭുതകരമായ പ്രവൃത്തികളായിരുന്നു. ജന്മനാ കുരുടനായിരുന്നു മനുഷ്യനോട്. അപ്പം ഇതിയാനെ പരിചയമുള്ള ആൾക്കാർ അവരാ പറഞ്ഞ് ഈ മനുഷ്യന് ഇവിടെ ഇരുന്ന ആളല്ലേ. അവർക്കറിയാം ഈ മനുഷ്യനെ കണ്ടിട്ടുള്ള ഒരുപാട് കാലമായി പരിചയമുള്ള ആളുകൾ. അല്ലാതെ ഒരു ആൾക്കാരെ കൂട്ടിയിട്ട് ഇവരെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ല. അങ്ങനെയുള്ളൊരു സന്ദർഭത്തിൽ ചില പ്രഖ്യാപനങ്ങൾ നടത്തി ഇദ്ദേഹത്തിന് രോഗം മാറി എന്നുള്ളതായിരിക്കുന്ന ഒരു അങ്ങനെയുള്ളൊരു പ്രഖ്യാപനമല്ല കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രഖ്യാപനം എന്ന് പറയുന്നത്. ഇത് പച്ചയായ ഏത് മനുഷ്യർക്ക് കണ്ടാലും അത് സംഭവിച്ചു എന്ന് വ്യക്തമായി തെളിയിക്കപ്പെടുവാൻ കഴിയുന്ന അത്ഭുതങ്ങളാണ് കർത്താവായ യേശുക്രിസ്തു ചെയ്തത്. ലാസറിനെ ഉയർപ്പിച്ചത് എങ്ങനെയുണ്ട്? ഒരു നാടകം കളിക്കാൻ പറ്റുമോ? നാടകം പറ്റുമോ? എൻ്റെ പൊന്നെയും മനുഷ്യൻ മരിച്ചിട്ട് 4 ദിവസമായിന്ന്. ഇയാൾ മരിച്ചിട്ട് എന്നിട്ട് ലാസറിൻ്റെ സഹോദരിമാരായിരിക്കുന്ന മാർത്തയും മറിയും അവർക്ക് കാശ് കൊടുത്ത് കരയിച്ചാണോ അവരെ? അല്ലെന്നേ, അവർ സ്വന്തം സഹോദരൻ മരിച്ചതിൻ്റെ ഹൃദയവേദനയിൽ പൊട്ടിക്കരയുന്ന കരച്ചിലാണ്. കർത്താവിനോട് ചേർന്ന് കരഞ്ഞു കേട്ടോ, കരഞ്ഞു. എന്നിട്ട് കല്ലറയുടെ അടുക്കിലേക്ക് ചെന്നിട്ട് കല്ലറയുടെ കല്ല് മാറ്റാൻ പറഞ്ഞപ്പം മാർത്ത പറഞ്ഞു, എൻ്റെ പൊന്ന് കർത്താവേ ചെയ്യല്ലേ, മരിച്ചിട്ട് 4 ദിവസമായി, നാറ്റം വെച്ച് തുടങ്ങി.
കർത്താവിൻ്റെ പ്രവർത്തനങ്ങളിൽ യാതൊരു വിധമായ പ്രകടനവുമില്ല. അത് ഏത് മനുഷ്യർക്കും നോക്കിയാലും അത് അത്ഭുതമാണ്. അത് ചെയ്ത പ്രവൃത്തി സത്യസന്ധമായി മനുഷ്യർക്ക് ചെയ്യാൻ കഴിയാത്ത പ്രവൃത്തിയാണ് എന്നുള്ളത് 100% വ്യക്തമായ കാര്യമാണ്. പരീശന്മാർക്കത് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. പരീശന്മാർ വന്നെന്ന് പറഞ്ഞു, ഇവൻ ചെയ്യുന്നൊക്കെ തട്ടിപ്പാണെന്ന് പറഞ്ഞു. ഇല്ല, അങ്ങനെ പറഞ്ഞില്ല. ഇവൻ ചെയ്യുന്ന കാര്യം നിഷേധിക്കാൻ പറ്റുകയില്ല. പക്ഷെ ചെയ്തത് ദൈവത്തിൻ്റെ ശക്തി കൊണ്ടല്ല, പിശാചിൻ്റെ ശക്തി കൊണ്ടാണ് എന്നാണ് അവരതിന് പറഞ്ഞത്. അതാണ് അവരുടെ വിശദീകരണം എന്ന് പറയുന്നത്. ഇത് ദൈവശക്തിയിൽ ചെയ്യുന്നൊരു കാര്യമല്ല, പിശാചിൻ്റെ ശക്തിയിലാണെന്ന് പറഞ്ഞു. അവൻ കർത്താവ് പറഞ്ഞു, ഇത് ദൈവത്തിൻ്റെ കരം കൊണ്ടാണ് എങ്കിൽ ദൈവത്തിൻ്റെ രാജ്യം നിങ്ങളുടെ അടുക്കിലേക്ക് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. കർത്താവായ യേശുക്രിസ്തു ചെയ്ത കാര്യങ്ങൾ പിശാചിന് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല, ദൈവത്തിന് മാത്രം ചെയ്യുവാൻ കഴിയുന്ന കാര്യങ്ങളാണ്. തൻ്റെ പ്രവർത്തനങ്ങൾ താൻ ആരാണ് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ്. ഇറ്റ് ഈസ് എ സൈൻ. യേശുക്ക് സൈൻ എന്ന് പറയുന്നത്, അടയാളം എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ തിരിച്ചറിയാനുള്ള മാർഗമാണ്. നിങ്ങൾ എവിടെയെങ്കിലും സ്കൂളിൽ ചേർക്കാൻ ചെല്ലുകയോ, കഴിഞ്ഞ പ്രാവശ്യം എവിടെ ചെന്നപ്പോഴായിരുന്നു എന്നോട് ചോദിച്ചത്, ഡ്രൈവേഴ്സ് ലൈസൻസിന് ചെന്നപ്പം പറഞ്ഞു അടയാളം വല്ലതും ഉണ്ടോ. അപ്പം ഞാൻ പണ്ട് പിന്നെ സ്കൂളിലുള്ളൊരു അടയാളമുണ്ട്, എ സ്മോൾ മോൾ ഇൻ ദ റൈറ്റ് സൈഡ് ഓഫ് ദി ഇയർ എന്ന് പറഞ്ഞ് പണ്ട് സാധനങ്ങളുണ്ട്. ഇവിടെ ഒരു ചെറിയ മറുകുണ്ട്, നിങ്ങൾ കാണുന്നില്ല. അത് പണ്ട് നമ്മുടെ SLC ബുക്കിൽ ഉണ്ടായിരുന്ന സാധനമാണ്. അപ്പോൾ അത് പറഞ്ഞില്ലേ ലൈസൻസ് തരൂല്ല എന്ന് അടയാളം പറയാൻ. കർത്താവായ യേശുക്രിസ്തു ആരാണ് എന്നുള്ളതിൻ്റെ അടയാളം ദൈവം എല്ലാ മനുഷ്യർക്കും പരസ്യമായിട്ട് നൽകിയിരിക്കുകയാണ്. ഹി ഹാസ് ഗിവൺ ദ സൈൻ ഓഫ് ഹൂ ജീസസ് ഈസ്. അത്ഭുതങ്ങളും അടയാളങ്ങളും തൻ്റെ വീര്യപ്രവൃത്തികളും കൊണ്ട് ദൈവം വേർതിരിച്ച് നിർത്തിയ പുരുഷനായി. ഹി ഈസ് എ യുണീക്ക് സൺ ഓഫ് ഗോഡ്. നിസ്തുല്യനായിരിക്കുന്ന ദൈവപുത്രനാണ് എന്ന കാര്യം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രവൃത്തികളെ ശ്രദ്ധിക്കുന്ന എല്ലാ മനുഷ്യർക്കും ബോധ്യമാകുന്ന കാര്യമാണ്. കർത്താവിൻ്റെ ശിഷ്യന്മാരെ നോക്കിയാൽ നിങ്ങൾക്കറിയാതെ കേട്ടോ. കർത്താവിൻ്റെ ശിഷ്യന്മാരൊക്കെ യേശുക്രിസ്തു ദൈവമെന്നും പറഞ്ഞൊന്നും തൻ്റെ പിന്നാലെ വന്ന ആൾക്കാരല്ല. കർത്താവിൻ്റെ പിന്നാലെ വന്നിട്ട് കർത്താവിൻ്റെ പ്രവൃത്തികളൊക്കെ കണ്ടു കഴിഞ്ഞ് ഇവർ നടുങ്ങി. കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നു, ഇവൻ ആര് എന്ന് അവർ ചോദിച്ചു. അപ്പോൾ അവസാനം അവർ വന്നെത്തിയ അവരുടെ തീരുമാനം എന്ന് പറയുന്നത് സാധാരണക്കാരനായിരിക്കുന്ന ആളൊന്നുമല്ല, ഇത് ദൈവം തന്നെ വേർതിരിച്ച് ഈ ലോകത്തിലേക്ക് അയച്ച ദൈവം വാഗ്ദാനം ചെയ്ത മശിഹയാണ് എന്ന കാര്യം അവർക്ക് ബോധ്യമായി. ദൈവത്തിന് വചനമായിരിക്കുന്ന വിശുദ്ധ ബൈബിൾ കർത്താവായ യേശുക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നത് ദൈവം മനുഷ്യനായി തീർന്ന വ്യക്തിയായിട്ടാണ്. ദൈവം മനുഷ്യനായി തീർന്ന വ്യക്തി. അതിനോട് ചേർത്ത് ഒരു കാര്യം കൂടെ പറയണം. അതുമാത്രമല്ല, ദൈവം മനുഷ്യൻ്റെ രക്ഷയ്ക്കായി നിയോഗിച്ച മശിഹയാണ് കർത്താവായ യേശുക്രിസ്തു. അപ്പോൾ അതാണ് ചില സ്നേഹിതന്മാർക്കുള്ള പ്രശ്നം. അയ്യോ, അപ്പോൾ ദൈവം എത്ര ഉണ്ട്? ദൈവം മനുഷ്യനായി തീർന്ന വ്യക്തിയാണ് കർത്താവായ യേശുക്രിസ്തു. പിന്നെ യേശുക്രിസ്തുവിനെ ദൈവം മനുഷ്യരുടെ രക്ഷയ്ക്കായിട്ട് വേർതിരിച്ച മശിഹയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വചനമായിരിക്കുന്ന വിശുദ്ധ ബൈബിൾ വെളിപ്പെടുത്തുന്ന ദൈവം പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവെന്ന 3 വ്യക്തികളിലുള്ള ഏക ദൈവമാണ്. വി ബിലീവ് ഇൻ ട്രിനിറ്റി. നാം ത്രിയേക ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണ്. പിതാവായ ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ നമ്മുടെ രക്ഷയ്ക്കായിട്ട് ഈ ലോകത്തിലേക്ക് അയച്ചു. അവൻ ദൈവം മനുഷ്യനായി തീർന്ന വ്യക്തിയാണ് എന്ന് തൻ്റെ നിസ്തുല്യമായ പ്രവൃത്തികൾ കൊണ്ട് പിതാവായ ദൈവം തെളിയിച്ചിരിക്കുന്നു. യേശുക്രിസ്തുവിനെ ദൈവം മാറ്റി നിർത്തിയ, ദൈവം കാണിച്ചു തന്ന രക്ഷകനായിട്ട് ആ നിലയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾ സുവിശേഷങ്ങൾ സത്യസന്ധമായിട്ട് വായിച്ചാൽ മതി കേട്ടോ. സുവിശേഷം സത്യസന്ധമായി വായിച്ചാൽ മതി. നിങ്ങൾക്ക് യേശുക്രിസ്തു ആരാണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാകും. മറ്റ് കണ്ണാടിയൊന്നും വെച്ച് വായിക്കരുത്. നിഷ്പക്ഷമായിട്ട് യേശുക്രിസ്തുവിനെ മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ സുവിശേഷങ്ങൾ വായിച്ചാൽ യേശുക്രിസ്തു ആരാണ് എന്നുള്ള കാര്യം മനസ്സിലാവും. എന്നോട് ഒരു മുസ്ലിം സ്നേഹിതൻ പറഞ്ഞ കാര്യം ഞാൻ ഓർക്കുന്നു. അദ്ദേഹം പറഞ്ഞു, ബൈബിള് വായിക്കാൻ മുസ്ലിങ്ങളെ അവരുടെ നേതാക്കന്മാരാരും അനുവദിക്കരുത്. അവർ പറഞ്ഞ വാക്യങ്ങളൊക്കെ അവരുടെ മനസ്സിലുണ്ടെന്നുള്ളത് ശരിയാണ്. പക്ഷെ ബൈബിള് വായിക്കാൻ സമ്മതിക്കൂല.
നിങ്ങൾ ബൈബിൾ വായിക്കൂ, യേശുക്രിസ്തു ആരാണ് എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാനാണ് സാധിക്കും. അപ്പോൾ യേശുക്രിസ്തുവിനെക്കുറിച്ച് ആദ്യമായിട്ട് പറയാൻ കഴിയുന്ന കാര്യം, അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവൃത്തികളാലും ദൈവം മാറ്റി നിർത്തിയ, ദൈവം അടയാളം വെച്ച, ദൈവം തെളിയിച്ചു തന്ന ദൈവപുത്രനാണ്, മെസ്സിഹയാണ് എന്ന് തെളിയിച്ചു തന്ന വ്യക്തിയാണ് കർത്താവായ യേശുക്രിസ്തു. അപ്പോൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടെ എനിക്ക് പറയാതിരിക്കാൻ സാധിക്കില്ല. കർത്താവിനെക്കുറിച്ചുള്ള കാര്യം പറഞ്ഞ് ഞാൻ ഇന്നത്തെ പ്രസംഗം അവസാനിപ്പിക്കാം. ഒരു കാര്യം പറയണം. അതെന്താണെന്ന് ചോദിച്ചാൽ, കർത്താവായ യേശുക്രിസ്തു ചെയ്ത പ്രവൃത്തികൾ നിസ്തുല്യമായ പ്രവൃത്തികളാണ്. അത് താൻ ആരാണ് എന്ന് തെളിയിക്കാനായിട്ട് ചെയ്ത പ്രവൃത്തികളാണ്. അതുകൊണ്ട് അത് മറ്റാർക്കും ചെയ്യാൻ പറ്റുകയില്ല. അതാണ് അതിനോട് ചേർത്ത് പറയേണ്ട കാര്യം. അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ചില സഹോദരന്മാരുണ്ട് കേട്ടോ. അവർ ഭയങ്കര അത്ഭുതക്കാരാണ്. യേശുക്രിസ്തു ചെയ്ത പോലൊക്കെ ചെയ്യുന്ന അവർ പറയുന്നത്. പക്ഷേ യേശുക്രിസ്തു ചെയ്ത പോലെ ആർക്കും പ്രവർത്തിക്കാനായിട്ട് സാധിക്കില്ല. പിന്നെ അവരപ്പോൾ ചിലപ്പോൾ പക്ഷേ ഈ വാക്യം പറയുമായിരിക്കും, എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്തതിലും അധികം ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്നൊരു വാക്യമുണ്ടല്ലോ എന്നൊക്കെ അവർ പറയുമായിരിക്കും. എന്നാലത് ഏതർത്ഥത്തിലാണ് കർത്താവ് പറഞ്ഞത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കർത്താവ് ചെയ്ത അത്ഭുത പ്രവൃത്തികളെ ഉദ്ദേശിച്ചല്ല കർത്താവ് പറഞ്ഞത്. അങ്ങനെയാണ് എങ്കിൽ കർത്താവ് ചെയ്തതുപോലെ ലോകത്തിലുള്ള ആരും പ്രവർത്തിച്ചിട്ടില്ല. അപ്പോസ്തലന്മാരുടെ ചരിത്രം നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. അവരാരും യേശുക്രിസ്തു പ്രവർത്തിച്ചതുപോലെ പ്രവർത്തിച്ചിട്ടില്ല. യേശുക്രിസ്തുവിൻ്റെ പ്രവൃത്തികൾ നിസ്തുല്യമായ പ്രവൃത്തികളാണ്. അത് താൻ മശിഹയാണ് എന്ന് തെളിയിക്കുവാൻ ദൈവം നൽകിയ അടയാളങ്ങളാണ്. അതുപോലെ പ്രവർത്തിക്കുവാൻ മറ്റാർക്കും സാധിക്കുകയില്ല. അത്ഭുതങ്ങളൊക്കെ ചെയ്യാനായിട്ട് ദൈവം മനുഷ്യരെ പ്രാപ്തിപ്പെടുത്തുക, ദൈവത്തിൻ്റെ ഹിതപ്രകാരം അത് ദൈവം ചെയ്യുന്ന കാര്യമാണ്. പക്ഷേ യേശുക്രിസ്തുവിനെ പോലെ പ്രവർത്തിക്കാൻ ആർക്കും സാധിക്കുകയില്ല. യേശുക്രിസ്തുവിനെ പോലെയാണ് എന്നൊക്കെ അഭിനയിക്കുന്ന ചില ആൾക്കാരുണ്ട് കേട്ടോ. അതൊക്കെ അങ്ങ് മനസ്സിലിരിക്കട്ടെ എന്നേ അവരെക്കുറിച്ച് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. യേശുക്രിസ്തു ചെയ്തതുപോലെയുള്ള അത്ഭുതങ്ങൾ അതിനുശേഷം മനുഷ്യരാരും ചെയ്തിട്ടില്ല. കാരണം യേശുക്രിസ്തു ചെയ്ത അത്ഭുതങ്ങൾ താൻ ദൈവപുത്രനാണ്, മശിഹയാണ്, ദൈവത്താൽ വേർതിരിക്കപ്പെട്ട മനുഷ്യരുടെ പാപങ്ങളുടെ പരിഹാരത്തിനായി ദൈവം മാറ്റിവെച്ച വ്യക്തിയാണ് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയുള്ള മുഖാന്തരങ്ങളാണ്. അത് മറ്റാർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അത് നിസ്തുല്യമായ പ്രവൃത്തികളാണ്. ശരി, അതാണ് യേശുക്രിസ്തുവിനെ കുറിച്ച് ആദ്യമേ അപ്പോസ്തലനായ പത്രോസ് പറയുന്നത്. രണ്ടാമത് അദ്ദേഹം പറയുന്ന കാര്യം നസറേയനായ യേശുവിനെ ദൈവം തൻ്റെ സ്ഥിരനിർണയത്താലും മുന്നറിവിനാലും ഏൽപ്പിച്ചിട്ട് നിങ്ങൾ അവനെ അധർമ്മികളുടെ കൈയാൽ തറപ്പിച്ചു. അവിടെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ദൈവം മാറ്റി നിർത്തിയ, ദൈവം മനുഷ്യനായി ഈ ലോകത്തിലേക്ക് വന്ന, ദൈവം മശിഹയാണ് എന്ന് അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വിവിധ വീരപ്രവൃത്തികളാലും തെളിയിച്ച ഈ ദൈവപുത്രൻ, ഈ മനുഷ്യപുത്രൻ, ഈ മശിഹ ദൈവത്തിൻ്റെ മുൻനിർണയത്താലും മുന്നറിവിനാലും മനുഷ്യരുടെ പാപങ്ങളുടെ പരിഹാരത്തിനായി മരിക്കാനായിട്ട് ഏൽപ്പിക്കപ്പെട്ടതായിരിക്കുന്ന വ്യക്തിയാണ്. അതാണ് രണ്ടാമത്തെ ദൈവം പറയുന്നത്. കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് മനുഷ്യരുടെ പാപങ്ങളുടെ പരിഹാരത്തിനായി തന്നെത്താൻ ബലിയായി അർപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ ലോകത്തിലേക്ക് വന്നത്. അല്ലെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മരണമെന്നത് ഒരു ആകസ്മികമായ സംഭവമല്ല. അന്നത്തെ യഹൂദന്മാരും റോമാ പടയാളികളെല്ലാം കൂടെ തീരുമാനിച്ച് യേശുവിനെ കൊല്ലണമെന്ന്. അവിടെ യേശുവിന് രക്ഷപ്പെടാനായിട്ട് യാതൊരു വഴിയും കണ്ടില്ല. അവസാനം പിടിക്കപ്പെട്ടു. എന്ത് ചെയ്യാൻ പറ്റും? ക്രൂശിക്കപ്പെടുകയും ചെയ്തു. അങ്ങനെ അങ്ങ് മരിക്കുകയും ചെയ്തു. ഞാൻ വിശ്വസിക്കുന്ന യേശു അങ്ങനെ ഒരു വ്യക്തിയല്ല കേട്ടോ. ബൈബിൾ വെളിപ്പെടുത്തുന്ന യേശുക്രിസ്തു അബദ്ധവശാൽ കൊല്ലപ്പെട്ട ഒരു വ്യക്തിയല്ല. പിന്നെയോ മരിക്കുന്നതിന് വേണ്ടി ഈ ലോകത്തിലേക്ക് വന്ന രക്ഷകനാണ് എന്ന കാര്യമാണ് ബൈബിൾ പറയുന്നത്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മരണമെന്ന് പറയുന്നത് എത്രയോ പ്രാവശ്യം താൻ മരിക്കുന്നതിന് മുൻപ് യേശുക്രിസ്തു തന്നെ പറഞ്ഞ കാര്യമാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജനനം മുതൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മരണം കർത്താവായ യേശുക്രിസ്തുവിന് മുൻപിൽ വളരെ വ്യക്തമായിട്ടുണ്ടായിരുന്ന കാര്യമാണ്. ഞങ്ങളുടെ ഒരു പരിചയക്കാരനായ പ്രസംഗം പറയുമ്പോൾ പറയും, കർത്താവായ യേശുക്രിസ്തുവിനെ കാണാനായിട്ട് ആട്ടിടയന്മാർ വന്നപ്പോൾ അവർക്ക് അടയാളമായിട്ട് കൊടുത്തത് എന്താ? ശീലയിൽ പൊതിഞ്ഞ ഒരു ശിശുവിനേക്കാൾ. ഈ ശീലയിൽ എപ്പോഴാണ് പൊതിയുന്നത്? ശീലയിൽ പൊതിയുന്ന എപ്പോഴാ? അയ്യോ, അത് മരണമാണ്. ശീലയിൽ പൊതിഞ്ഞ
ദിസ് ചൈൽഡ് ഈസ് ബോൺ ടു ഡൈ. ഈ ശിശു മരിക്കുന്നതിന് വേണ്ടി ജനിച്ച ശിശുവാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഈ വരവിൻ്റെ ഉദ്ദേശമെന്ന് പറയുന്നത് താൻ മരിക്കുന്നതിന് വേണ്ടിയാണ് ഈ ലോകത്തിലേക്ക് വന്നത്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൗത്യത്തെക്കുറിച്ച് കർത്താവ് തന്നെ പറഞ്ഞ പ്രസ്താവനയുണ്ടല്ലോ, മനുഷ്യപുത്രൻ ശുശ്രൂഷ ഏൽക്കുവാനല്ല, ശുശ്രൂഷിക്കപ്പെടുവാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രേ വന്നത്. കർത്താവ് പത്രോസിനോട് ചോദിച്ചു, അനേകരെ എന്നെക്കുറിച്ച് പല അഭിപ്രായമൊക്കെ പറയുന്നുണ്ട്, നീ എന്താ, അല്ലെങ്കിൽ നിങ്ങൾ എന്നെക്കുറിച്ച് എന്ത് പറയുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാകുന്നു എന്ന് പറഞ്ഞു. അത് പറഞ്ഞു കഴിഞ്ഞ ഉടനെ പറഞ്ഞു, ബറിയോനാശി മോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല, സ്വർഗത്തിലെ എൻ്റെ പിതാവ് തന്നെയാണ് ഈ കാര്യം നിനക്ക് ബോധ്യപ്പെടുത്തി തന്നത്. ഞാൻ എല്ലാ സമയപ്പണിയും പാതാള ഗോപുരങ്ങൾ അതിന് ജയിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞു ഞാൻ അടുത്തതായിട്ട് കർത്താവ് പറഞ്ഞു, എന്നാൽ മനുഷ്യപുത്രൻ ജാതികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ട് അവർ അവനെ കൊല്ലുകയും അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അന്നേരം ആ പത്രോസ് പറഞ്ഞ, കർത്താവ് നിനക്കൊരിക്കലും സംഭവിക്കരുത്, നീ രാജ്യമൊക്കെ പണിത് പിന്നെ സഭയൊക്കെ സ്ഥാപിച്ച് ഞങ്ങളെയൊക്കെ അതിൻ്റെയൊക്കെ നേതാക്കന്മാരൊക്കെ ആക്കി അങ്ങ് മരണം കൂടാതിരുന്നേച്ചാൽ മതി എന്നാണ് പത്രോസ് പറഞ്ഞത്. പത്രോസ് പറഞ്ഞു, സാത്താനെ എന്നെ വിട്ടുപോകും, നീ ദൈവത്തിൻ്റേതല്ല മനുഷ്യരുടേതത്രേ ചിന്തിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവ് മരിക്കരുത് എന്ന് പറയുന്നത് പൈശാചികമായ പ്രസ്താവനയാണ്. കർത്താവ് മരിക്കരുത് എന്ന് പറയുന്നത് പൈശാചികമായ പ്രസ്താവനയാണ്. മരിക്കരുത് എന്ന് പറയുന്നത് പൈശാചികമാണ് എങ്കിൽ മരിച്ചിട്ടില്ല എന്ന് പറയുന്നതോ? യേശുക്രിസ്തു മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്താ പറയുക? മരിക്കരുത് എന്ന് പത്രോസ് പറഞ്ഞു, സാത്താനെ എന്നെ വിട്ടുപോകും, നീ ദൈവത്തിൻ്റേതല്ല മനുഷ്യരുടേതാണ് ചിന്തിക്കുന്നത് പറഞ്ഞു. അപ്പോൾ മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്തൊരു ഭയങ്കര സാത്താനാണ് അത്, എന്തൊരു ഭയങ്കര സാത്താനാ. യേശുക്രിസ്തു മരിച്ചിട്ടില്ല എന്ന് പറയുന്നൊരു വലിയ സമൂഹമുണ്ട്. അത് പൈശാചികമായ ക്രമീകരണമാണ്. സുവിശേഷത്തെ നിഷേധിക്കുവാനായിട്ട് പിശാച് ക്രമീകരിച്ചൊരു പരിപാടിയാണ്. കർത്താവായ യേശുക്രിസ്തു മരിക്കാനായിട്ട് ഈ ലോകത്തിലേക്ക് വന്നയാളാണ്. കർത്താവിൻ്റെ മരണത്തെക്കുറിച്ച് അപ്പസ്തലനായ പത്രോസ് പറയുന്ന പ്രസ്താവന നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. എന്താ പറയുന്നത്? അദ്ദേഹം പറഞ്ഞത്, ദൈവം തൻ്റെ സ്ഥിരനിർണയത്താലും മുന്നറിവിനാലും. കർത്താവായ യേശുക്രിസ്തു മരിക്കണമെന്നുള്ള കാര്യം എന്നാ ദൈവം തീരുമാനിച്ചത്? അത് യേശുക്രിസ്തു ലോകത്തിൽ വന്നിട്ടല്ലോ കേട്ടോ. തൻ്റെ മുന്നറിവിനാലും സ്ഥിരനിർണയത്താലും യുഗങ്ങൾ ഉണ്ടാകുന്നതിന് മുൻപ്, ലോകസ്ഥാപനത്തിന് മുൻപ് നിത്യമായി ദൈവത്തിൻ്റെ പരിപാടികൾ ദൈവം ക്രമീകരിക്കുന്ന സമയത്ത് തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനെ ലോകത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി അറുക്കപ്പെടുവാനുള്ള കുഞ്ഞാടായിട്ട് ദൈവം വേർതിരിച്ചു എന്ന കാര്യമാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അങ്ങനെയാണ് അതിനെക്കുറിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ അങ്ങനെ പറയുന്നത്, ലോകസ്ഥാപനത്തിന് മുന്നമേ അറുക്കപ്പെട്ട ദൈവത്തിൻ്റെ കുഞ്ഞാട്. യേശുക്രിസ്തുവിൻ്റെ മരണം ഒരു ആകസ്മിക സംഭവമല്ല. യേശുക്രിസ്തുവിൻ്റെ മരണം ഒരു ആകസ്മിക സംഭവമല്ല. അത് സ്വർഗത്തിൽ ദൈവം യുഗങ്ങൾക്ക് മുന്നമേ, ലോകസ്ഥാപനത്തിന് മുന്നമേ മനുഷ്യൻ്റെ രക്ഷയ്ക്കായിട്ട് തീരുമാനിച്ച ദൈവത്തിൻ്റെ സ്ഥിരനിർണയമാണ്. അതാണ് അപ്പസ്തലനായ പത്രോസിന് പറയാനുള്ളത്. ദിസ് ഈസ് നോട്ട് ആൻ ആക്സിഡൻറ്റ്, ദിസ് ഈസ് ആൻ ഇറ്റേണൽ ഡിറ്റർമിനേഷൻ ഓഫ് ഗോഡ്. ദൈവം തൻ്റെ തീരുമാനത്തിൽ, നമ്മളോടുള്ള മഹാകരുണയിൽ, ദൈവത്തിൻ്റെ സ്നേഹത്തിൽ, നമ്മുടെ രക്ഷയ്ക്കായിട്ട് നിത്യതയിൽ നിർണയിച്ച ദൈവത്തിൻ്റെ തീരുമാനമാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മരണം എന്ന് പറയുന്നത്. സ്ഥിരനിർണയത്താലും ദൈവം തീരുമാനം. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ മരണത്തിനുള്ള ഏറ്റവും വലിയ ഉത്തരവാദി ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയാം, ദൈവം തന്നെയാകട്ടോ. യേശുക്രിസ്തുവിനെ കൊന്നതാരാണ് എന്ന് ചോദിച്ചാൽ ഞാൻ ഒരർത്ഥത്തിലങ്ങ് പറയുക കേട്ടോ, അത് പിതാവായ ദൈവമാണ്. തൻ്റെ സ്വന്തം പുത്രനെ ആദരിക്കാതെ അവൻ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നുവെങ്കിൽ, സ്വന്തം പുത്രനെ ആദരിക്കാതെ അവൻ നമുക്ക് വേണ്ടി തൻ്റെ പുത്രനെ ഏൽപ്പിച്ചു തന്നുവെങ്കിൽ അവനോടുകൂടെ സകലതും നൽകാതിരിക്കും. ഗോഡ് ദ ഫാദർ. അതിനെക്കുറിച്ച് ഒരു ഉദാഹരണം പറയുകയാണ് എങ്കിൽ, അബ്രഹാം തൻ്റെ പുത്രനായിരിക്കുന്ന ഇസ്ഹാക്കിനെ യാഗം കഴിക്കുന്നത് കർത്താവിൻ്റെ യാഗത്തിൻ്റെ ഒരു ചിത്രമാണ്. പിതാവ് തൻ്റെ പുത്രനെ
യാഗം കഴിക്കുന്ന ആ ചിത്രം. തൻ്റെ കയ്യിൽ കത്തി ഉയർത്തി തൻ്റെ മകൻ്റെ കഴുത്തിൻ്റെ നേരെ ആ കത്തി ഇങ്ങനെ ഓങ്ങി നിൽക്കുമ്പോൾ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദമുണ്ടായി, അബ്രഹാമേ, അബ്രഹാമേ, നീ ബാലൻ്റെ മേൽ കൈവയ്ക്കരുത് എന്ന് പറഞ്ഞു. എന്നാൽ പിതാവായ ദൈവം തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ നമുക്ക് പകരമായി യാഗമാക്കി തീർത്തപ്പോൾ അവൻ്റെ മേൽ കൈവയ്ക്കരുത് എന്ന് പറയുന്നൊരു ശബ്ദം ഉണ്ടായില്ല. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത് എന്ന് അലറിക്കരഞ്ഞ് നമുക്ക് പകരക്കാരനായി നമ്മുടെ കർത്താവ് കൊല്ലപ്പെട്ടു. അതാണ് സുവിശേഷം. അതാണ് ദൈവത്തിന് പകരം നമ്മളോട് പറയുന്ന ദൈവസ്നേഹത്തിൻ്റെ ആഴം. നമ്മളുടെ പാപങ്ങളുടെ പരിഹാരത്തിനായി ദൈവം തൻ്റെ സ്വന്തം പുത്രനെ നമുക്ക് പകരമായി യാഗമായി തീരുവാൻ ഏൽപ്പിച്ചു തന്നു എന്ന നിസ്തുല്യമായ സന്ദേശമാണ് സുവിശേഷമായിട്ട് ദൈവം നമുക്ക് അറിയിച്ചു തന്നിരിക്കുന്നത്. അവൻ ദൈവത്തിൻ്റെ സ്ഥിര നിർണയത്താലും തീരുമാനത്താലും, അല്ലേ, സ്ഥിര നിർണയത്താലും മുന്നറിവിനാലും ഏൽപ്പിച്ചിട്ട്, ദൈവം ഏൽപ്പിച്ചത് കൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു മരിച്ചത്. ഒരു വാക്കുകൂടെ അതിനെക്കുറിച്ച് പറയണം. കർത്താവായ യേശു ക്രിസ്തു മരിക്കാനായിട്ട് തൻ്റെ താൻ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ടാണ് താൻ മരിച്ചത്. അല്ലാതെ ആരും അവനെ പിടിച്ചു ക്രൂശിച്ചല്ല. എൻ്റെ ജീവനെ വെച്ചു കൊടുക്കുവാൻ എനിക്ക് അനുവാദമുണ്ട്, എൻ്റെ ജീവനെ തിരിച്ചെടുക്കുവാനും എനിക്ക് അധികാരമുണ്ട് എന്ന് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു. കർത്താവിനെ പിടിക്കാൻ വന്ന് പറഞ്ഞു, നിങ്ങളൊരു കള്ളനെ പിടിക്കാൻ വന്ന പോലെ ഈ ആയുധങ്ങളും വാളും വടിയുമായിട്ടൊന്നും വരേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങളങ്ങനെ വരേണ്ട കാര്യമില്ല. മരിക്കാനായിട്ട് തീരുമാനിച്ച് അതിനായിട്ട് സ്വയം ഏൽപ്പിച്ചു കൊടുക്കുവാൻ മനസ്സ് വെച്ച കർത്താവായ യേശു ക്രിസ്തു അങ്ങനെയാണ് മരിച്ചത്. അവൻ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തതാണ്. പിതാവായ ദൈവം നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിനായി മരിക്കുവാനായിട്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ ഏൽപ്പിച്ചു കൊടുത്തതാണ്. അങ്ങനെയാണ് കർത്താവായ യേശു ക്രിസ്തു മരിച്ചത്. അവൻ ഏൽപ്പിച്ചിട്ട് അതിന് രണ്ടാം ഭാഗം, യേശു ക്രിസ്തുവിൻ്റെ മരണം, പിതാവായ ദൈവം നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിനായി അവനെ യാഗമാക്കുവാൻ തീരുമാനിച്ച് മുൻനിർണയിച്ച് ദൈവം ആ പരിപാടിയിട്ട് അതിൻ്റെ പൂർത്തീകരണമായിട്ട് കാൽവരി കുരിശിൽ ദൈവം ചെയ്ത കാര്യമാണ് യേശു ക്രിസ്തുവിൻ്റെ മരണം. അത് മാത്രമല്ല കേട്ടോ, അത് രണ്ടാം ഭാഗമായിട്ട് പറയുന്നത്, ഏൽപ്പിച്ചിട്ട് നിങ്ങൾ അവനെ നിങ്ങളുടെ കരങ്ങളാൽ ഏൽപ്പിച്ചിട്ട് നിങ്ങൾ അവനെ അധർമ്മികളുടെ കയ്യാൽ തറപ്പിച്ചു കൊന്നു. കർത്താവായ യേശു ക്രിസ്തുവിനെ കൊന്നത് ആരാണ്? കർത്താവായ യേശു ക്രിസ്തുവിനെ കൊന്നത് അധർമ്മികളാണ്, ദുഷ്ടന്മാരായിരിക്കുന്ന മനുഷ്യരാണ്. സത്യവും നീതിയും വിജയിക്കുവാൻ പാടില്ല എന്ന് തീരുമാനിച്ച ദുഷ്ടന്മാരായ മനുഷ്യരാണ്. യേശു ക്രിസ്തുവിനെ ഭീഷണിയായി വിചാരിച്ച, യേശു ക്രിസ്തുവിനെ വല്ലവിധനെയും കൊന്നുകളയണം എന്ന് തീരുമാനിച്ച മത നേതാക്കന്മാരാണ് യേശു ക്രിസ്തുവിനെ കൊല്ലുവാൻ കാരണമായി തീർന്നത്. 30 വെള്ളിക്കാശ് കിട്ടും എന്ന് വിചാരിച്ച് സ്വന്തം ഗുരുവിനെ തള്ളിപ്പറയുവാൻ മനസ്സ് വെച്ച ദ്രവ്യാഗ്രഹിയായ ദുഷ്ടനായിരിക്കുന്ന യൂദയാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെ പിൻപിൽ പ്രവർത്തിച്ച വേറൊരു കാര്യം എന്ന് പറയുന്നത്. യേശു ക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെ 2 തലങ്ങളുണ്ട് കേട്ടോ. ഒന്ന്, ദൈവം തൻ്റെ പുത്രനെ നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിനായി ഏൽപ്പിച്ചു തന്നു എന്ന തലം. സ്വയമായി നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിനായി കർത്താവായ യേശു ക്രിസ്തു തന്നെ കാൽവറിയിൽ നമുക്ക് വേണ്ടി തന്നു എന്നുള്ള വശം. മറുവശം എന്ന് പറയുന്നത് ദുഷ്ടന്മാരായ മനുഷ്യൻ്റെ ദുഷ്ടതയുടെയും പാപത്തിൻ്റെയും ക്രൂരതയുടെയും അവൻ്റെ തിന്മയുടെയും ഏറ്റവും ഭയങ്കര പ്രദർശനം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശാണ്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എനിക്കറിയില്ല, ചിന്തിച്ചിട്ടുണ്ടോ? നിഷ്കളങ്കനും നിർദോഷിയും പാപികളോട് വേർപെട്ടവനും മനുഷ്യർക്ക് നന്മ മാത്രം ചെയ്തവനുമായ യേശു ക്രിസ്തുവിന് മേൽ കൈവയ്ക്കുവാൻ, അവൻ്റെ കരങ്ങളിൽ ആണികളടിക്കുവാൻ എങ്ങനെയാണ് മനുഷ്യർക്ക് കഴിഞ്ഞത്? എങ്ങനെ മനുഷ്യർക്ക് അതിനുള്ള ധൈര്യമുണ്ടായി? കുഷ്ഠരോഗികളെ സ്പർശിച്ച്
അവരുടെ കുഷ്ഠരോഗം മാറ്റിക്കൊടുത്ത ആ കരങ്ങളിൽ എങ്ങനെ മനുഷ്യർക്ക് ആണികളെ അടിക്കുവാൻ സാധിച്ചു? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഹൗ ഡെയർ ദേ ഡു ദാറ്റ്? ഞാൻ പറയാം, മനുഷ്യർ അത്രമാത്രം ദുഷ്ടന്മാരാണ്. അതുകൊണ്ടാണ് മനുഷ്യർക്ക് അത് ചെയ്യാനായിട്ട് സാധിച്ചത്. താൻ സത്യമല്ലാതെ, നന്മയല്ലാതെ, നീതിയല്ലാതെ ഒരു വാക്കും ഉച്ചരിച്ചിട്ടില്ല. തിന്മയായതൊന്നും പ്രവർത്തിച്ചിട്ടില്ല. മനുഷ്യർക്ക് നന്മ മാത്രമേ ചെയ്തുള്ളൂ. അപ്പോസ്തലനായ പത്രോസിനെ 10-ാമത്തെ അധ്യായത്തിൽ പറയും, ദേശമെല്ലാം സഞ്ചരിച്ച് നന്മ ചെയ്തുകൊണ്ട് ദേശത്ത് എല്ലാം സഞ്ചരിച്ച നമ്മളുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്. അതുകൊണ്ട് നന്മയും നീതിയൊക്കെ ചെയ്തവണ ആളുകൾ കൈയടിക്കും, നമ്മളെ പ്രോത്സാഹിപ്പിക്കുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. ലോകത്തുള്ള മനുഷ്യർ നന്മയ്ക്കും നീതിക്കും സത്യത്തിനുമൊക്കെ എതിരെ നിൽക്കുവാൻ ഹൃദയം കടിപ്പിച്ച് കളഞ്ഞ മനസാക്ഷിയില്ലാത്ത മനുഷ്യരാണ് ഒരുപാട് മനുഷ്യരെന്ന് പറയുന്നത്. എങ്ങനെയാണ് അവർ ദുഷ്ടന്മാരുടെ കരങ്ങളാൽ കർത്താവിനെ ക്രൂശിക്കാനായിട്ട് സംഗതിയായി കേട്ടോ. They crucified him, the wicked people. പാഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന മൂവി എല്ലാവർക്കും പ്രസിദ്ധമാണ്. അവസാനം കർത്താവായിട്ട് അഭിനയിക്കുന്ന ജിം കാർസൽ അല്ലേ, അതിന് അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ എല്ലാം എനിക്കറിയില്ല. അപ്പോൾ അദ്ദേഹത്തെ ക്രൂശിക്കാനായിട്ട് ഇങ്ങനെ വെച്ചപ്പോൾ അതിൻ്റെ പ്രൊഡ്യൂസർ അല്ലേ, അദ്ദേഹം പറഞ്ഞു ആണി അടിക്കുമ്പോൾ ഞാൻ എൻ്റെ കയ്യിലും കൂടെ അവസാനത്തെ ആണി അടിക്കുന്ന ആ ഭാഗം എനിക്കും കൂടെ തരണമെന്ന് പറഞ്ഞു. അത് പറഞ്ഞു കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണത്തിൽ എനിക്കും ഒരു പങ്കുണ്ട് എന്ന് പറയാനായിട്ടാണ് ഞാനത് ചെയ്യുന്നത്. നമ്മൾ യേശുവിനെ ക്രൂശിച്ച ആൾക്കാരെയൊക്കെ ഭയങ്കരമായിട്ട് നമുക്കവരോട് ദേഷ്യം വരും കേട്ടോ. പക്ഷെങ്കിൽ നാം ആ ആൾക്കൂട്ടത്തിലുണ്ടായിരുന്നുവെങ്കിൽ അവനെ ക്രൂശിക്കുക എന്ന് ആക്രോശിച്ചവരുടെ കൂട്ടത്തിൽ നമ്മളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അവനെ ക്രൂശിക്കുക, യേശു ക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെ കാരണം ഞാനാണ്. അങ്ങനെ ഒരു പാട്ടുണ്ടല്ലോ അല്ലേ, അങ്ങനെ പാട്ടുണ്ടല്ലേ, യേശുവിനെ കൊല ചെയ്തതിൽ അതിനുള്ളൊരു പങ്ക് എനിക്കുണ്ട് എന്നതാണ് മനുഷ്യരെ സംബന്ധിച്ച് ദൈവം പറയുന്ന കാര്യം. എന്നെ സംബന്ധിച്ച് ദൈവത്തിന് വചനം പറയുന്ന കാര്യം അതാണ്. ഹി ഡൈഡ് ഫോർ മീ ആൻഡ് ഐ ആം റെസ്പോൺസിബിൾ ഫോർ ഹിസ് ഡെത്ത്. എൻ്റെ പാപങ്ങളാണ് യേശു ക്രിസ്തുവിനെ കുരിശിൽ കയറ്റിയത് എന്നാണ് ദൈവത്തിന് വചനം എന്നോട് പറയുന്നത്. എന്നാൽ അത് ഞാൻ അംഗീകരിച്ച് ആ കുരിശിൻ്റെ അടുക്കിലേക്ക് വന്ന് എന്നോട് കരുണ ചെയ്യണമെന്ന് പറഞ്ഞാൽ പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് നിത്യമായിരിക്കുന്ന മോചനം നമുക്ക് തരുവാൻ കർത്താവായ യേശു ക്രിസ്തുവിന് മനസ്സാണ്. ആ കുരിശിനെ കള്ളനെ പോലെ, കർത്താവേ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർക്കണമേ. കുരിശിൻ്റെ അടുക്കിലേക്ക് വന്ന് യേശു ക്രിസ്തുവിനെ ക്രൂശിച്ചതിൻ്റെ ഉത്തരവാദി ഞാനാണ് എന്ന് അംഗീകരിച്ച്, എൻ്റെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടിയാണ് അവൻ കൊല്ലപ്പെട്ടത് എന്ന് അംഗീകരിച്ച്, പാപക്ഷമയ്ക്കും ദൈവത്തോടുള്ള ബന്ധത്തിനുമായി യേശു ക്രിസ്തുവിനെ അടുക്കൽ വരുവാൻ മനസ്സ് വെച്ചാൽ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരും എന്നതാണ് ക്രിസ്തീയ സന്ദേശം. ദുഷ്ടന്മാരുടെ കരങ്ങളാൽ അവനെ തറപ്പിച്ചു കൊന്നു. ഒരു പ്രസ്താവനയോട് പറഞ്ഞ അതിൻ്റെ വിശദീകരണം ഞാൻ അടുത്ത ആഴ്ച നിങ്ങളോട് പറഞ്ഞു. എന്നാൽ ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണം അവനെ പിടിച്ചു വയ്ക്കുന്നത് അസാധ്യമായിരുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ചരിത്രം യേശു ക്രിസ്തുവിൻ്റെ മരണത്തോടെ അവസാനിച്ചുവെങ്കിൽ അത് നീതിക്കും ന്യായത്തിനും ഈ ലോകത്തിൽ ഒരിക്കലും വിജയിക്കുവാൻ കഴിയുകയില്ല. മനുഷ്യരുടെ അന്തം, നീതിയുടെ അന്തം എന്ന് പറയുന്ന കുരിശിലാണ് എന്ന് പറഞ്ഞ് നാം സഹതപിക്കുകയും വിലപിക്കുകയും ചെയ്യേണ്ടി വരുമായിരുന്നു. എന്നാൽ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം അതികാലത്ത് കർത്താവിനെ സ്നേഹിച്ച സഹോദരിമാർ തൻ്റെ കല്ലറയിലേക്ക് ചെല്ലുമ്പോൾ ദൂതന്മാരോട് ചോദിക്കുന്നു, നിങ്ങൾ ജീവിച്ചിരിക്കുന്നവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു. ശൂന്യമായ കല്ലറ, യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം. കർത്താവായ യേശു ക്രിസ്തുവിനെ സംബന്ധിച്ച് ദൈവം പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണ്. ദൈവത്തിൻ്റെ വചനമായിരിക്കുന്ന വിശുദ്ധ ബൈബിൾ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന എല്ലാ കാര്യവും സത്യമാണ് എന്നുള്ളതിൻ്റെ അടിവര, അല്ലെങ്കിൽ അതിന് വ്യക്തമായ തെളിവ് യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനമാണ്.
അതിനെക്കുറിച്ചൊരു പ്രസംഗം പറഞ്ഞതുപോലെ നാം ഇന്നൊരു വെള്ളിയാഴ്ചയുടെ അനുഭവത്തിലാണ് ജീവിക്കുന്നത്. ദിസ് ഈസ് എ ഫ്രൈഡേ, ഒരു വെള്ളിയാഴ്ചയാണ്. ക്രൂരന്മാരായ റോമാ പടയാളികൾ കയ്യിൽ കുന്തവുമായിട്ട് അങ്ങനെ ചുറ്റി നടക്കുകയാണ്. കർത്താവ് ഏറ്റവും ബലഹീനനായി, തനിക്ക് ഒരു നുള്ള വെള്ളമിറക്കുവാൻ കഴിയാതെ താൻ ആ കുരിശിൽ അങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ്. ശ്വസിക്കുവാൻ പ്രയാസപ്പെട്ട് തൻ്റെ കരങ്ങളിൽ വലിഞ്ഞുയർന്ന് ഓരോ ശ്വാസത്തിനും പ്രയാസപ്പെടുന്ന കർത്താവിനെയാണ് കാണുന്നത്. അതിൻ്റെ കാര്യം എന്നറിയാമോ? ബിക്കോസ് ദിസ് ഇസ് എ ഫ്രൈഡേ, ഇതൊരു വെള്ളിയാഴ്ചയാണ് എന്നുള്ളത് കൊണ്ടാണ്. എന്നാൽ നമ്മളുടെ ഉറപ്പെന്താണെന്ന് അറിയാമോ? സൺഡേ ഈസ് കമ്മിങ്. ഒരു ഞായറാഴ്ച ദിവസം എന്ന് പറയുന്നൊരു ദിവസമുണ്ട്. അന്ന് യേശു ക്രിസ്തുവിൻ്റെ കല്ലറ ശൂന്യമാകും. അവൻ മരിച്ചവിടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കും. മരണത്തിന് അവൻ്റെ മേൽ ഒരധികാരം ഉണ്ടാകില്ല. അതിനെക്കുറിച്ച് മരണം അവനെ പിടിച്ചു വയ്ക്കുന്നത് അസാധ്യമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം അതിനെക്കുറിച്ച് അതിൻ്റെ വാക്ക്, അതിൻ്റെ ഗ്രീക്ക് പ്രയോഗം ശ്രദ്ധിച്ചതായിരിക്കുന്ന കമൻറ്റേറ്റർ പറഞ്ഞത് അത് പ്രസവത്തെക്കുറിച്ച് പറയുന്നൊരു വാക്കാണെന്നാണ് പറഞ്ഞത്. പ്രസവത്തെക്കുറിച്ച്, അതായത് മക്കളെ പ്രസവിക്കുന്നതായിരിക്കുന്ന അമ്മമാർ 9 മാസം, പിന്നെ 9 മാസവും പിന്നെ കുറച്ച് ദിവസങ്ങളുണ്ടല്ലേ, ആ ദിവസങ്ങൾ ഈ കൊച്ചിനെ വയറ്റിൽ കൊണ്ടു നടക്കും. പക്ഷേങ്കിൽ 12 മാസം കൊണ്ട് നടക്കാൻ പറ്റുമോ? ഒരു വേദനയൊക്കെ വരും കേട്ടോ. വന്നു കഴിയുമ്പോൾ നമുക്കറിയാം ഇനി പിടിച്ചു വയ്ക്കാൻ പറ്റൂല. The baby is going to come. You cannot prevent him from coming out. വെളിയിൽ വരുന്നതിനെ തടസ്സം ചെയ്യാനായിട്ട് സാധിക്കില്ല. He will come out. കർത്താവായ യേശു ക്രിസ്തുവിനെ പിടിച്ചു വയ്ക്കുവാൻ അസാധ്യമായിരുന്നു. The birth pain of the resurrection came. ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ആ വലിയ സംഭവം, ഒരു കുഞ്ഞ് ജനിക്കുമ്പോഴുള്ള ആ പ്രസവവേദന പോലെ അതങ്ങനെ വെളിയിലേക്ക് വരാനായിട്ട് തീരുമാനിച്ചു. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ദാറ്റ് ഡെത്ത് കുഡ് ഹോൾഡ് ജീസസ് അണ്ടർ ഇറ്റ്. മരണത്തിന് യേശു ക്രിസ്തുവിനെ പിടിച്ചു വയ്ക്കുവാൻ അസാധ്യമായിരുന്നു. അവൻ ഉയർത്തെഴുന്നേറ്റ് വിട്ടു. അപ്പോൾ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ചരിത്രം എന്ന് പറയുന്നത് ഈ പ്രസ്താവന പറഞ്ഞാൽ അവസാനിപ്പിക്കാം. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കർത്താവായ യേശു ക്രിസ്തു മരിച്ചു. അവൻ നമ്മുടെ പാപങ്ങളെ തൻ്റെ മേൽ ചുമന്നു. അവൻ നമുക്ക് പകരക്കാരനായി കൊല്ലപ്പെട്ടു. അത് മാത്രമല്ല കേട്ടോ, അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു എന്ന കാര്യമാണ്. ചിലർ പറയും യേശു ക്രിസ്തു മരിച്ചു എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുമോ? യേശു ക്രിസ്തു മരിച്ചു എന്ന് പറഞ്ഞാൽ പാപങ്ങൾക്ക് പരിഹാരം വരുമോ? യേശു ക്രിസ്തു മരിച്ചു എന്ന് പറഞ്ഞാൽ പാപങ്ങൾക്ക് പരിഹാരം വരില്ല കേട്ടോ. യേശു ക്രിസ്തു മരിച്ചു ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞാൽ പാപങ്ങളുടെ പരിഹാരമായി ദൈവം അതിനെ അംഗീകരിച്ചു എന്നുള്ളതിൻ്റെ തെളിവാണത്. അങ്ങനെ ഒരു വ്യക്തിയെക്കുറിച്ച് മാത്രമേ ഉള്ളൂ പ്രസ്താവന, മറ്റാരെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. മരിച്ചു, അടക്കപ്പെട്ടു, കാര്യം തീർന്നു, അത്രയേ ഉള്ളൂ. നമ്മൾ പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പിറ്റേ വർഷം ആനിവേഴ്സറി അല്ലേ, എൻ്റെ അപ്പം മരിച്ചല്ലോ എന്നൊക്കെ വെച്ച് സ്നേഹമുള്ള പിള്ളേർ മറ്റൊരു പേര് തിരിഞ്ഞു നോക്കുപോലും ഇല്ല. അത് വേറെ കാര്യം. വന്ന് അവിടെ വന്നിരുന്നേച്ച് അപ്പം പോയിട്ട് 1 വർഷമായല്ലോ എന്നൊക്കെ പറഞ്ഞ് തിരിച്ചു പോരും, അത്രേ ഉള്ളൂ. മരിച്ചു, അടക്കപ്പെട്ടു, തീർന്നു മനുഷ്യൻ്റെ കാര്യം. യേശു ക്രിസ്തുവിന്റെ ചരിത്രം അങ്ങനെ അവസാനിക്കുന്നതല്ല കേട്ടോ. മരിച്ചു, അടക്കപ്പെട്ടു, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. എത്ര അത്ഭുതകരമായൊരു സന്ദേശമാണ്. നമ്മുടെ പാപങ്ങൾക്ക് യേശു ക്രിസ്തുവിന്റെ മരണം മതിയായ പരിഹാരമാണ് എന്ന് സ്വർഗം സാക്ഷ്യം നിന്നത് അവനെ മരിച്ചവിടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുകൊണ്ടാണ്. നാം പറയുന്ന സുവിശേഷം സത്യമാണ്. കാരണം യേശു ക്രിസ്തു മരണത്തെ പരാജയപ്പെടുത്തി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. മരണത്തിന് അവനെ പിടിച്ചു വയ്ക്കുന്നത് അസാധ്യമായിരുന്നു. എത്ര അത്ഭുതകരമായ സുവിശേഷം, എത്ര അത്ഭുതവാനായ കർത്താവ്, ദൈവം കാണിച്ചു തന്ന പുരുഷൻ. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും ദൈവം മാറ്റി നിർത്തിയ, പാപപരിഹാരത്തിനായി ദൈവം വേർതിരിച്ച ദൈവത്തിന് വശിക. ദൈവത്തിന് സ്ഥിരനിർണയത്താലും തൻ്റെ തീരുമാനത്താലും നമുക്ക് പകരക്കാരനായി കൊല്ലപ്പെട്ടു. എന്നാൽ മരണത്തിന് അവനെ പിടിച്ചു വയ്ക്കുവാൻ അസാധ്യമായിരുന്നു. അവൻ ഉയർത്തെഴുന്നേറ്റു. യേശു ക്രിസ്തു രക്ഷകനായി, നായകനായി, കർത്താവായി സ്വർഗത്തിൽ പിതാവിൻ്റെ വലത്തുഭാഗത്ത് എന്നേക്കും ജീവിക്കുന്നു. അതാണ് ക്രിസ്തീയ സന്ദേശം. അതിനെ എതിർക്കാനായിട്ട് ആർക്കും കഴിയില്ല കേട്ടോ. അത് ചരിത്രത്തിൽ തെളിയിക്കപ്പെട്ട, ദൈവം മുദ്രയിട്ട, ദൈവം തെളിയിച്ച അത്ഭുതകരമായ സത്യമാണ്. അത് വിശ്വസിക്കാനായിട്ട് ഭാഗ്യം ലഭിച്ചത് എത്രയോ അത്ഭുതകരമായ കാര്യമാണ്. നമുക്ക് ധൈര്യപ്പെടാം.
ഈ സന്ദേശത്തിന് സാക്ഷ്യം പറയാം. ഈ സന്ദേശത്തിന് അനുസൃതമായ രീതിയിൽ നമുക്ക് ജീവിക്കാം. സ്വർഗത്തിലെ ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.